ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 3, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദ റിലേഷൻ ടു ദ ഫോളോയിങ് റിയാക്ഷൻസ്. താഴെ തന്ന റിയാക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് താഴത്ത് 4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ ഒന്നിലധികമോ സ്റ്റേറ്റ്മെൻറ്റുകൾ കറക്റ്റ് ആയിരിക്കും. അത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് തന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഏതാ Zn + 2HCl ആണ് ക്വസ്റ്റ്യൻ. സിങ്ക് അല്ലേ, Zn + 2HCl gives ZnCl2 + H2 ഇതാണ് തന്നിട്ടുള്ളത്. ഇത് കെമിസ്ട്രിയിലെ ഒരു ടൈപ്പ് റിയാക്ഷനാണ്. അപ്പോൾ നമ്മൾ വിളിക്കുക റിഡോക്സ് റിയാക്ഷൻസ് എന്നാണ്. റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞ ടൈപ്പ് റിയാക്ഷനിലെ ഒന്നാണിത്. എന്താ ഈ റിഡോക്സ് റിയാക്ഷൻ്റെ പ്രത്യേകത? ഇതിൽ 2 തരം പ്രോസസ്സുകൾ നടക്കും, റിഡക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ. റിഡക്ഷൻ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞ 2 ടൈപ്പ് പ്രോസസ്സുകൾ നടക്കുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയാം. ഓക്കെ, റിഡക്ഷൻ്റെ REDയും ഓക്സിഡേഷൻ്റെ OXും കൂടി ചേർത്തിട്ടാണ് റിഡോക്സ് എന്നുള്ള പേര് റിയാക്ഷൻ വന്നത്. അപ്പോൾ എന്താണ് റിഡക്ഷൻ, എന്താണ് ഓക്സിഡേഷൻ എന്നത് നമുക്കൊന്ന് പറയാം ആദ്യം, എന്നാലാണ് ഈ റിയാക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റായി മാറുന്ന സമയത്ത്, ഇങ്ങനെ റിയാക്റ്റൻ്റ് അഭികാരകങ്ങൾ ഉൽപ്പന്നങ്ങളായി മാറുന്ന സമയത്ത്, റിയാക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അഭികാരകം മലയാളത്തിൽ, റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റായി മാറുന്ന സമയത്ത് അയാൾ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇലക്ട്രോൺ നേടിയിട്ടുണ്ടെങ്കിൽ, നേരത്തെ ഉള്ളതിലും കൂടുതൽ ഇലക്ട്രോൺസ് അയാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് റിഡക്ഷൻ എന്ന് പറയാം. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിഡക്ഷൻ ഈസ് എ പ്രോസസ് ഇൻവോൾവിങ് ഗെയിനിങ് ഓഫ് 1 or more ഇലക്ട്രോൺസ് ബൈ ആൻ ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം. ഒരു ആറ്റമോ ഒരു ഗ്രൂപ്പ് ആറ്റമോ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഇലക്ട്രോണിനെ നേടിയിട്ടുണ്ടെങ്കിൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റിഡക്ഷൻ. ഓക്കെ, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാലോ, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ റിവേഴ്സ്. എന്താ? ഒരു റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റായി മാറുമ്പോൾ, അഭികാരകം ഉൽപ്പന്നമായിട്ട് മാറുമ്പോൾ അയാൾ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി, അയാളെ കയ്യിലുണ്ടായിരുന്ന ഇലക്ട്രോൺ പോയി എങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഓക്സിഡേഷൻ. സോ ഓക്സിഡേഷൻ ഈസ് എ പ്രോസസ് ഇൻവോൾവിങ് ലോസിങ് ഓഫ് 1 or more ഇലക്ട്രോൺസ് ബൈ ആൻ ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ്. റൈറ്റ്? അങ്ങനെ വരുമ്പോൾ ഇവരുടെ ചാർജിന് എന്താ സംഭവിക്കുക? എന്താണ് ഇവർക്കുണ്ടായിരുന്ന ചാർജിൽ വരിക? അപ്പോൾ നോക്കൂ, ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ 0 ചാർജെങ്കിൽ ഇലക്ട്രോൺ 1 പോയാൽ പ്ലസ് ചാർജ് ആവും, 2 പോയാൽ 2+ ആവും, 3 പോയതെങ്കിൽ 3+ ആവും. അതായത് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ ഇവരുടെ ചാർജ് വർദ്ധിക്കും. 0 +1 പറഞ്ഞാൽ കൂടുകയല്ലേ, +2 പറഞ്ഞാൽ കൂടുക. ഇനിയിപ്പോൾ ഓൾറെഡി നെഗറ്റീവ് ചാർജുള്ള ഒരാളായിരുന്നു എന്ന് കരുതിക്കോ, ഇപ്പോൾ 2- ചാർജുള്ള ഒരു ആറ്റമായിരുന്നു. അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ -1 ആയി ചാർജ്. 2- എന്നുള്ളത് -1 ആയി. അപ്പോഴും ചാർജ് എന്താണ്? 2- വലിയതല്ലേ -1, അതിലും വലുതാണ് 0, അതിലും വലുതാണ് +1, അങ്ങനെയല്ലേ വരിക. അപ്പോൾ ചാർജ് കൂടുക എന്നതാണ് ഇലക്ട്രോൺ ലോസ് ചെയ്യുമ്പോൾ സംഭവിക്കുക. റൈറ്റ്? ചാർജ് വർദ്ധിക്കുക എന്നതാണ് ഇലക്ട്രോൺ ലോസ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുക. ഇലക്ട്രോൺ നേടുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഇലക്ട്രോൺ നേടുക, എന്തായിരുന്നു നേടുക എന്നുള്ളത് ഞാൻ പറഞ്ഞത്? റിഡക്ഷൻ. നഷ്ടപ്പെടുക എന്ന് പറഞ്ഞത് ഓക്സിഡേഷൻ. അപ്പോൾ ഓക്സിഡേഷൻ നടക്കുമ്പോൾ ചാർജ് കൂടും. റിയാക്റ്റൻ്റ് സൈഡിൽ അയാളുടെ ചാർജ് എത്രയായിരുന്നോ അതിനേക്കാളും വലിയ ചാർജായിരിക്കും പ്രോഡക്റ്റ് സൈഡിൽ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവർ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി, ലോസ് ചെയ്തു, അപ്പോൾ അയാൾ ഓക്സിഡേഷൻ നടന്നു എന്ന് നമുക്ക് പറയാം. ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുകയാണെങ്കിൽ എന്താ ചാർജിന് സംഭവിക്കുക? ചാർജ് കുറയും. 0 ആയിരുന്നു ചാർജെങ്കിൽ ഒരു ഇലക്ട്രോൺ നേടിക്കഴിഞ്ഞാൽ -1 ആവും അല്ലേ? പിന്നെയും ഒരു ഇലക്ട്രോൺ നേടിക്കഴിഞ്ഞാൽ -2 ആവും. അപ്പോൾ 0-ൽ നിന്ന് താഴ്ന്നു പോവാണ്. സോ ചാർജ് ഡിക്രീസ് ചെയ്യുക. റിഡക്ഷൻ ആണെങ്കിൽ ചാർജ് ഡിക്രീസ് ചെയ്യും, ഓക്സിഡേഷൻ ആണെങ്കിൽ ചാർജ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് ഒരാൾക്ക് റിഡക്ഷൻ ആണോ ഓക്സിഡേഷൻ ആണോ നടന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റൈറ്റ്? അപ്പോൾ ഇനി ഇവരുടെ ചാർജ് എങ്ങനെയാണ് കാണാം? ഇവർക്ക് എഴുതുന്ന ചാർജിനെ നമ്മൾ പറയുന്ന പേര് ഓക്സിഡേഷൻ നമ്പർ എന്നാണ്. എന്താണ്? ഓക്സിഡേഷൻ നമ്പർ. എങ്ങനെ? ഈ പറയുന്ന എലമെൻറ്റുകളുടെ മേലെ അല്ലെങ്കിൽ കോമ്പൗണ്ട്സിലെ ആറ്റങ്ങൾക്ക് മേലെ നമ്മൾ എഴുതുന്ന ചാർജിനെയാണ് അവരുടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയാം. ഈ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ എന്ത് ബേസ് ചെയ്തിട്ടാണ് എഴുതുക, എന്ത് നോക്കിയിട്ടാണ് ഒരാൾക്ക് ഓക്സിഡേഷൻ നമ്പർ കൊടുക്കുക? 2 കാര്യങ്ങൾ നോക്കിയിട്ടാണ്. ഒന്ന്, അയാളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി,
മറ്റത് അയാൾ കമ്പൈൻ ചെയ്ത ആളുമായിട്ടുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റി വ്യത്യാസം കേട്ടോ. എങ്ങനെ? ഒന്ന്, അയാൾ ആരോടാണോ കമ്പൈൻ ചെയ്തത് ആ രണ്ട് പേർക്കിടയിലെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വ്യത്യാസം നോക്കിയിട്ടാണ് നമ്മൾ ചാർജ് എഴുതുക അഥവാ ഓക്സിഡേഷൻ നമ്പർ കൊടുക്കുക. രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന എലമെൻറ്റിൻ്റെ വാലൻസി. സോ വാലൻസിയും ഓക്സിഡേഷൻ നമ്പറും ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചാർജ് കൊടുക്കുക. ആ കൊടുക്കുന്ന ചാർജിനെയാണ് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുക. നോക്കിക്കോ, ഈ എക്സാമ്പിളിലേക്ക് വാ. സിങ്ക് ഒറ്റക്കല്ലേ, ആരെങ്കിലും ആയിട്ട് കോൺടാക്റ്റ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് അയാൾക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ടോ? ഇല്ല. അങ്ങനെ ഒറ്റക്ക് നിൽക്കുന്നവരുടെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്, ചാർജ് ഇല്ല, 0 ആണ് ചാർജ്. HCl ഇതവിടെ, HCl ഇതിൽ ആരാ മോർ ഇലക്ട്രോ നെഗറ്റീവ്? ക്ലോറിൻ അല്ലേ. അപ്പോൾ അയാളല്ലേ ഇലക്ട്രോണിനെ വാങ്ങുക. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇലക്ട്രോണിനെ നേടാനുള്ള താല്പര്യമാണ്. അപ്പോൾ ആ ഇലക്ട്രോണിനെ വാങ്ങാനുള്ള താല്പര്യം ക്ലോറിൻ അധികമായതുകൊണ്ട് ക്ലോറിൻ ഇലക്ട്രോണിനെ വാങ്ങും. അപ്പോൾ അയാൾക്ക് നെഗറ്റീവ് ചാർജ് വരും. എത്ര ഇലക്ട്രോണിനെയാണ് ക്ലോറിൻ വാങ്ങുക? അത് അയാളുടെ വാലൻസി, സംയോജകത അല്ലേ, മലയാളത്തിൽ അങ്ങനെ പറയും. വാലൻസി എന്ന് ഇംഗ്ലീഷിൽ പറയും. സംയോജകത ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു ഇലക്ട്രോണിനെ അയാൾ വാങ്ങും എന്ന് ഞാൻ പറയാൻ കാരണം ക്ലോറിൻ്റെ സംയോജകത അഥവാ വാലൻസി 1 ആണ്. കാരണം അയാളുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, ബാഹ്യതമ ഷെല്ലിൽ 7 ഇലക്ട്രോണാണ് ഉള്ളത്. അയാൾക്ക് ഇനി വേണ്ടത് 1 ഇലക്ട്രോണും കൂടിയാണ്. കാരണം ഒക്റ്ററ്റ്, അഷ്ടകം പൂർത്തിയാക്കുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, നമ്മൾ കേട്ടതായിരിക്കും ഇത്. 8 ഇലക്ട്രോൺ ലാസ്റ്റ് ഷെല്ലിലാക്കാൻ എല്ലാ ആറ്റങ്ങൾക്കും ഒരു ടെൻഡൻസി ഉണ്ട്. അത് വെച്ചിട്ട് ക്ലോറിൻ 7 ഇലക്ട്രോൺ ഉള്ള ആൾ 1 ഇലക്ട്രോണും കൂടി വാങ്ങാനാണ് ശ്രമിക്കുക. ആ 1 ഇലക്ട്രോണിനെ വാങ്ങുക എന്നുള്ളതാണ് അയാളുടെ വാലൻസി ആയിട്ട് നമ്മൾ പറയുന്നത്. സോ അയാൾ 1 ഇലക്ട്രോണിനെയാണ് വാങ്ങുക. വാങ്ങി എന്നുള്ളതുകൊണ്ട് മൈനസും, വാലൻസി 1 ആണ്, 1 ഇലക്ട്രോണിനെ വാങ്ങുക എന്നുള്ളതുകൊണ്ട് -1. ഈ ക്ലോറിൻ്റെ മേലെ -1 എന്ന് കൊടുക്കുന്നത് HCl ക്ലോറിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ്, സോറി ഓക്സിഡേഷൻ നമ്പറാണ്. HCl ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ് എഴുതിയത്. അതേപോലെ തന്നെ ഹൈഡ്രജൻ എന്താ? ഇവിടെ ഇയാളാണ് ഇലക്ട്രോണിനെ കൊടുത്തത്. ആർക്ക്? ക്ലോറിന്. ഇലക്ട്രോണിനെ കൊടുത്തു എന്നതുകൊണ്ട് പ്ലസ് ചാർജ്. എത്ര ഇലക്ട്രോണെ അയാൾക്ക് കൊടുക്കാൻ പറ്റുക? ഒറ്റ ഇലക്ട്രോൺ. കാരണം അയാളുടെ ഷെല്ലിൽ ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. ആ 1 ഇലക്ട്രോണിന് ഇയാൾ കൊടുത്തു. അപ്പോൾ +1 ഹൈഡ്രജൻ്റെ മേലെ എഴുതി, ക്ലോറിൻ്റെ മേലെ -1 എഴുതി. ഈ മേലെ എഴുതിയിരിക്കുന്നതാണ് ഇവരുടെ ഓക്സിഡേഷൻ നമ്പർ, റൈറ്റ്? ഇനി ഇവർ പ്രൊഡക്റ്റ് ആയപ്പോൾ എന്താ സംഭവിച്ചത് നോക്കുക. ഇവിടെ സിങ്കും ഉണ്ട്, ക്ലോറിനും ഉണ്ട്. ആരാ മോർ ഇലക്ട്രോ നെഗറ്റീവ്? ക്ലോറിനാണ്. ക്ലോറിൻ ഹാലജനാണ്, സിങ്ക് മെറ്റലാണ്. ക്ലോറിൻ 2 ഉണ്ട്. ഓരോ ക്ലോറിനും ഓരോ ഇലക്ട്രോണിനെ വീതം എടുക്കും. ആ ഓരോ ഇലക്ട്രോണിന് എടുക്കുന്നു എന്നുള്ളത് -1 നമ്മൾ എഴുതി. അങ്ങനെ ക്ലോറിൻ 2 ഓരോ ഇലക്ട്രോണിന് എടുത്താൽ ആ 2 ഇലക്ട്രോണും ആർക്കാണ് നഷ്ടപ്പെടുന്നത്? സിങ്കിനാണ്. അപ്പോൾ സിങ്കിൽ നിന്ന് 2 ഇലക്ട്രോൺ പോയി, +2, റൈറ്റ്? അപ്പോൾ ഈ മേലെ എഴുതിയ +2 സിങ്കിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇവിടെ ക്ലോറിൻ്റെ പിന്നെ ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് -1. മറ്റൊടുത്ത് ഹൈഡ്രജൻ അല്ലേ. ഹൈഡ്രജനുമായിട്ടല്ലേ കമ്പൈൻ ചെയ്തത്. ഇലക്ട്രോ നെഗറ്റിവിറ്റിയിൽ വ്യത്യാസം ഉണ്ടോ? 2 ഹൈഡ്രജനുകളെല്ലാം ഒരേപോലെയാണ്. വേറെ ആറ്റം വന്നാലേ ഇലക്ട്രോ നെഗറ്റിവിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയിൽ വ്യത്യാസമില്ലാത്ത 2 പേരായതുകൊണ്ട് ഇവിടെയും ഓക്സിഡേഷൻ നമ്പർ 0 ആണ്, റൈറ്റ്? ഇനി നോക്കൂ, സിങ്കിന് ഇവിടെ നിന്ന് ഇവിടെ എത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? സിങ്ക് +2 എന്നുള്ള അതിലേക്ക് മാറി അല്ലേ, 0യിൽ നിന്ന് +2. അതായത് ഓക്സിഡേഷൻ നമ്പർ കൂടിയില്ലേ. ഓക്സിഡേഷൻ നമ്പർ കൂടുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായിരുന്നു പറഞ്ഞത്? ഓക്സിഡേഷൻ നമ്പർ കൂടുക എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷനാണ്. അപ്പോൾ സിങ്കിന് ഇവിടെ സംഭവിച്ചത് ഓക്സിഡേഷനാണ്, റൈറ്റ്? ഓക്സിഡേഷൻ നടന്നു. ഇനി നോക്കൂ, ഓക്സിഡേഷൻ ഇയാൾക്ക് നടന്നു. അപ്പോൾ ഇയാൾ 2 ഇലക്ട്രോൺ കൊടുത്തു. ആ ഇലക്ട്രോൺ ആരാ വാങ്ങിയത്? നോക്കൂ, ഇപ്പുറത്ത് ഇവിടെ H+ ആയിരുന്നില്ലേ. H+ ഇപ്പോൾ 0 H+0 പറഞ്ഞാൽ ചാർജ് കുറയല്ലേ. ചാർജ് കുറയാന്ന് പറഞ്ഞാൽ റിഡക്ഷൻ അല്ലേ. അപ്പോൾ ഇവിടെയുള്ള H+നാണ് റിഡക്ഷൻ നടന്നത്. ആർക്കാണ് ഓക്സിഡേഷൻ? സിങ്കിന് ഓക്സിഡേഷൻ നടന്നു. HCl H+ന് റിഡക്ഷനും നടന്നു. ക്ലിയർ? ഇങ്ങനെ റിഡക്ഷനും ഓക്സിഡേഷനും ഒരേ റിയാക്ഷനിൽ നടക്കുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയാം. റിഡക്ഷനും ഓക്സിഡേഷനും എല്ലാ റിയാക്ഷനിൽ നടന്നിട്ടുണ്ടാവും. ഒരാൾക്ക് റിഡക്ഷനും മറ്റാൾക്ക് ഓക്സിഡേഷനും നടന്നിട്ടുണ്ടാവും. എന്താ റിഡക്ഷൻ? ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യലാണ്. എന്താണ് ഓക്സിഡേഷൻ? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കലാണ്. ഇങ്ങനെ വരുമ്പോൾ അവരുടെ ചാർജിൽ വ്യത്യാസം വരും. ഈ ചാർജിനെയാണ് നമ്മൾ എന്ത് പറയുക? ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോയപ്പോൾ ഒരാളുടെ ചാർജ് കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഓക്സിഡേഷനാണ്, കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിഡക്ഷനാണ്. അത് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇവരുടെ ചാർജ് അഥവാ ഓക്സിഡേഷൻ നമ്പറും എഴുതി. അതിനുശേഷം റിഡക്ഷൻ ആർക്കാണ്, ഓക്സിഡേഷൻ ആർക്കാന്ന് പറഞ്ഞു, റൈറ്റ്? ഇനി റിഡക്ഷൻ നടത്താൻ സഹായിക്കുന്ന ആളെ റെഡ്യൂസിങ് ഏജന്റ് എന്നാ പറയാം. എന്താ? റെഡ്യൂസിങ് ഏജന്റ് അല്ലെങ്കിൽ റിഡക്റ്റന്റ് എന്ന് പറയും.
എന്താ ഇത്? റിഡക്റ്റൻ്റ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആരാണോ റിഡക്ഷൻ നടത്താൻ സഹായിക്കുന്നത്, റിഡക്ഷൻ നടക്കുന്ന ആളല്ല, റിഡക്ഷൻ നടക്കാൻ സഹായിക്കുന്ന ആളെയാണ് റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയാം. ഇവിടെ ആർക്കാ റിഡക്ഷൻ നടന്നത്? റിഡക്ഷൻ നടന്നത് HCl H+നെയാണ്. അയാൾക്ക് റിഡക്ഷൻ നടക്കാൻ വേണ്ടി, അഥവാ റിഡക്ഷൻ നടക്കാൻ ഇലക്ട്രോണിനെ വാങ്ങുകയല്ലേ, ഗെയിൻ ചെയ്യല്ലേ, അതിന് സഹായിച്ചതാരാ? സിങ്കാണ്. സോ സിങ്ക് ഹെൽപ്പ് ചെയ്തു ഹൈഡ്രജൻ ഇലക്ട്രോൺ കിട്ടാൻ. അതുകൊണ്ട് സിങ്കാണ് ഇവിടുത്തെ റെഡ്യൂസിങ് ഏജൻറ്റ്. ആരാണോ റിഡക്ഷന് സഹായിക്കുന്ന ആൾ, അയാൾ റെഡ്യൂസിങ് ഏജൻറ്റ്. ആരാണോ ഓക്സിഡേഷന് സഹായിക്കുന്ന ആൾ, അയാൾ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്താ? ഓക്സിഡൈസിങ് ഏജൻറ്റ് അല്ലെങ്കിൽ പറയുന്ന പേര് ഓക്സിഡൻറ്റ്. ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരാണ് ഓക്സിഡൻറ്റ്. ഓക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആരാണോ ഓക്സിഡേഷന് സഹായിക്കുന്ന ആൾ. ആർക്കാണ് ഇവിടെ ഓക്സിഡേഷൻ നടന്നത്? സിങ്കിനാണ്. സിങ്കിന് ഓക്സിഡേഷൻ നടത്താൻ സഹായിച്ചതാരാ? HCl H+ ആണ്. റൈറ്റ്? അപ്പോൾ ഓക്സിഡേഷൻ നടക്കുന്നതിനെ സഹായിക്കുന്ന ആൾ ഓക്സിഡൈസിങ് ഏജൻറ്റ്, റിഡക്ഷൻ നടക്കുന്നതിനെ സഹായിക്കുന്ന ആൾ റെഡ്യൂസിങ് ഏജൻറ്റ്, റിഡക്റ്റൻറ്റ് അല്ലെങ്കിൽ ഓക്സിഡൻറ്റ്, ഇങ്ങനെ പറയാം നമുക്ക്. റൈറ്റ്? അപ്പോൾ ഇനി നമുക്ക് എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാം. ആർക്കാണോ ഓക്സിഡേഷൻ നടന്നത്, അയാൾ റെഡ്യൂസിങ് ഏജൻറ്റ്. എങ്ങനെ? ആർക്കാണോ ഓക്സിഡേഷൻ നടന്നത്, അയാൾ റെഡ്യൂസിങ് ഏജൻറ്റ്. ആർക്കാണോ റിഡക്ഷൻ നടന്നത്, അയാൾ ഓക്സിഡൈസിങ് ഏജൻറ്റ്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. എന്താ? ഒരു റിയാക്ഷനിൽ ആർക്കാണോ ഓക്സിഡേഷൻ നടന്നത്, എങ്ങനെയാണ് ഓക്സിഡേഷൻ നടന്നത് മനസ്സിലാവുക? അയാളുടെ ചാർജ് കൂടിയെന്നോ നോക്കുക. കൂടിയെങ്കിൽ അയാൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു, അയാൾക്കാണ് ഓക്സിഡേഷൻ. അയാൾ റെഡ്യൂസിങ് ഏജൻറ്റ്, അയാൾ മറ്റേ ആളെ റെഡ്യൂസ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടാവും. അതേപോലെ ആർക്കാണോ റിഡക്ഷൻ, റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുക. ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തത് ആരാണോ, അയാൾക്ക് റിഡക്ഷൻ നടന്നു, അയാൾ മറ്റേ ആളെ ഓക്സിഡൈസ് ചെയ്യാൻ സഹായിച്ചു, അതുകൊണ്ട് അയാൾ ഓക്സിഡൈസിങ് ഏജൻറ്റ്. റിഡക്ഷൻ നടന്ന ആൾ ഓക്സിഡൈസിങ് ഏജൻറ്റ്, ഓക്സിഡൻറ്റ്. ഓക്സിഡേഷൻ നടന്ന ആൾ റെഡ്യൂസിങ് ഏജൻറ്റ്. റൈറ്റ്? ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ റിയാക്ഷനിൽ താഴെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാ കറക്റ്റ്? സിങ്ക് ഈസ് ആക്ടിങ് ആസ് ആൻ ഓക്സിഡൻറ്റ്. സിങ്ക് ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജൻ്റ് ആണോ? ഓക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആണോ? അല്ല. കാരണം സിങ്കിന് ഓക്സിഡേഷനാണ് നടന്നത്. ഓക്സിഡേഷൻ നടന്ന ആൾ എന്താണ്? റെഡ്യൂസിങ് ഏജൻ്റ് ആണ്, റിഡക്റ്റൻ്റ് ആണ്, ഓക്സിഡൻ്റ് അല്ല. അപ്പോൾ ശരിയല്ല. ക്ലോറിൻ ഈസ് ആക്ടിങ് ആസ് റിഡക്റ്റൻ്റ്. ക്ലോറിൻ ഇതാണ്. ക്ലോറിൻ റെഡ്യൂസിങ് ഏജൻ്റ് ആവണമെങ്കിൽ ഇയാൾക്ക് ഓക്സിഡേഷൻ നടക്കണം. ക്ലോറിൻ ഇവിടെ ഒന്നും സംഭവിച്ചില്ല, -1 തന്നെയാണ് ഇവിടെ. സോ ഓക്സിഡേഷനിൽ വ്യത്യാസം, ഓക്സിഡേഷൻ നമ്പറിൽ വ്യത്യാസമല്ല. അയാൾക്ക് ഓക്സിഡേഷൻ നടന്നിട്ടില്ല, റിഡക്ഷനും നടന്നിട്ടില്ല. അതുകൊണ്ട് അയാൾ ഓക്സിഡൈസിങ് ഏജൻറ്റും അല്ല, റെഡ്യൂസിങ് ഏജൻറ്റും അല്ല, അഥവാ ഓക്സിഡൻറ്റും അല്ല, റിഡക്റ്റൻറ്റും അല്ല. അപ്പോൾ ബിയും തെറ്റാണ്. ഹൈഡ്രജൻ അയോൺ എന്ന് പറഞ്ഞാൽ H+ ആണ്. ഇസ് ആക്ടിങ് ആസ് ഓക്സിഡൻറ്റ്. അയാൾ ഓക്സിഡൻ്റ് ആണ് എന്നാണ് പറഞ്ഞത്. H+ന് ഇവിടെ എന്താ സംഭവിച്ചത്? റിഡക്ഷൻ അല്ലേ. റിഡക്ഷൻ നടക്കുന്ന ആൾക്ക് ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയാലോ. അപ്പോൾ റിഡക്ഷൻ നടന്ന H+ ഇവിടെ ഓക്സിഡൻ്റ് ആണ്. സി ശരിയാണ്. അതോടുകൂടി നമ്മളങ്ങ് ഉറപ്പിച്ചു പോരുത്. കാരണം അടുത്ത സെൻറ്റൻസ് കൂടി നോക്കണം, അതും ശരിയാണോ, സെൻറ്റൻസുകൾ ശരിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സി ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. ഡി, സിങ്ക് ഈസ് ആക്ടിങ് ആസ് റിഡക്റ്റൻറ്റ്. സിങ്ക് റിഡക്റ്റൻ്റ് ആണ്, അഥവാ റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എന്ത് സംഭവിച്ചിരിക്കണം? ഓക്സിഡേഷൻ സംഭവിച്ചിരിക്കണം. സിങ്കിന് ഓക്സിഡേഷൻ അല്ലേ നടന്നത്? അതെ, സിങ്കിന് ഓക്സിഡേഷനാണ്. അപ്പോൾ അയാൾ ഇവിടെ ഓക്സിഡൈസിങ് ഏജൻ്റ് ആണോ? അല്ല, റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെ മറ്റൊരു പേരാണ് റിഡക്റ്റൻ്റ്. അപ്പോൾ അതും ശരിയാണ്. സിയും ഡിയും ശരിയാണ്. സിയും ഡിയും ശരിയാണ്. അപ്പോൾ ഏതാ വരുന്നത്? സി ആൻഡ് ഡി വരുന്നത് ഏത് ഓപ്ഷനാണ്? 3, മൂന്നാമത്തെ ഓപ്ഷനാണ്. ശരി. ലിസൺ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മനസ്സിലാവാത്ത പാർട്ട് റിവൈസ് ചെയ്ത് പോസ് ചെയ്യുക, വീണ്ടും തിരിച്ച് റിവൈസ് ചെയ്യുക, എന്നിട്ട് ആ തിയറി പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് വീണ്ടും ഇതിലേക്ക് തുടരുക. ഓക്കെ? വീണ്ടും റിവൈസ് ചെയ്ത് കേൾക്കുക. ഫസ്റ്റ് കേൾക്കുമ്പോൾ, ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. ബുദ്ധിമുട്ട് ചെറുത് നേരിടുമ്പോഴേക്ക് ഇതൊന്നും നമുക്ക് വേണ്ട, നമുക്ക് പറഞ്ഞതല്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മളാരും മനുഷ്യന്മാരേ ആവൂല അല്ലേ. നമ്മൾ പണ്ട് കിടന്നെടുത്ത് അല്ലേ, ജനിച്ച ഉടനെ കിടന്നെടുത്തുനിന്ന് മലന്ന് കിടന്നെടുത്തുനിന്ന് ഒന്ന് തിരിഞ്ഞു കിടക്കാൻ പോലും അറിയാത്തവരായിരുന്നു നമ്മൾ. പണിപ്പെട്ട് കമിഴ്ന്നു. പിന്നെ വളരെ ബുദ്ധിമുട്ടി മുട്ടുകുത്തിയപ്പോൾ മൂക്ക് കുത്തി വീണു. അപ്പോൾ നമ്മൾ വിചാരിച്ചു മൂക്ക് കുത്തി വീണു, എന്നെ കൊണ്ട് ഇത് കഴിയില്ല, ഞാൻ അങ്ങനെ തന്നെ കിടക്കുക.
എന്ന് വിചാരിച്ചോ? ഇല്ല. മുട്ട് കുത്തിയെടുത്തുനിന്ന് ഇരുന്നു, പിന്നെ പിടിച്ച് നടന്നു, അപ്പോഴും കുറേ വീണിട്ടും നമ്മൾ വീണ്ടും എണീറ്റ് നടന്നു. അങ്ങനെയാണ് മനുഷ്യനുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായില്ല, എന്തോ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു, ഉടനെ അത് വിട്ടേക്കരുത്, വീണ്ടും അതിൻ്റെ പിറകെ കൂടണം, നമ്മൾ വിടാതെ അതിനെ കൂടണം, എന്നിട്ട് ആ കാര്യം മനസ്സിലാക്കിയെടുക്കണം, എന്നിട്ട് നമ്മൾ മുന്നോട്ട് വരണം. അതാണ് മനുഷ്യൻ അല്ലേ? മറ്റതൊന്നും മനുഷ്യന്മാർക്ക് പറഞ്ഞതല്ല. മനുഷ്യന്മാർ എല്ലാ വീഴ്ചയിൽ നിന്നും എല്ലാ പരാജയത്തിൽ നിന്നും വീണ്ടും പാഠം ഉൾക്കൊണ്ട് മുന്നേറുന്നവരാണ് മനുഷ്യന്മാർ. അവർക്കാണ് പുരോഗതി ഉണ്ടാവുക. അതുകൊണ്ട് കേട്ടിട്ട് മനസ്സിലാവുന്നില്ല എന്ന് വിചാരിച്ചിട്ട് സങ്കടപ്പെടരുത്. വീണ്ടും റിവൈസ് ചെയ്യുക, എന്നിട്ട് വീണ്ടും കേൾക്കുക, എന്നിട്ട് ആ കാര്യം മനസ്സിലാക്കിയിട്ട് അതേപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു നോക്കുക. ഇങ്ങനെ നിരന്തരം പ്രാക്ടീസ്, നിരന്തരം വിട്ടുകൊടുക്കാതെ നമ്മൾ കഠിന പ്രയത്നം നടത്തി നമുക്ക് മുന്നോട്ട് വരണം. ജീവിതത്തിൽ നമ്മളെ എല്ലാ കാലത്തും അറിയപ്പെടുന്നവരായിട്ട് മറ്റ് തലമുറകളൊക്കെ നമ്മളെ ഓർമ്മിക്കുന്ന രൂപത്തിൽ നമ്മൾ വളരണം, വലിയ ആൾക്കാരാവണം. അതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് NTSC എക്സാം. അത് നമുക്ക് നേടണം എന്നുള്ള ഉറപ്പിച്ച ഒരു ബോധം നമുക്കുണ്ടാവട്ടെ. അങ്ങനെ ആകുമ്പോൾ പ്രശ്നം തീരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ. കറക്റ്റ് IUPAC നെയിം ഫോർ CH2 ഡബിൾ ബോണ്ട് CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2 ഈസ്. ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ് തന്നത്. ഡബിൾ ബോണ്ടൊക്കെ ഉള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട് അല്ലേ? കാർബൺ ഹൈഡ്രജൻ മാത്രമുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഹൈഡ്രോ കാർബൺസ് എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ ഈ തന്നിരിക്കുന്നത് ഒരു ഹൈഡ്രോ കാർബണാണ്. എന്താണ്? CH2 ഡബിൾ ബോണ്ട് CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2 ഇതാണ് പറഞ്ഞത്. ഇതിന് പേര് കൊടുക്കാനാണ് പറഞ്ഞത്. റൈറ്റ്? ഓർഗാനിക് കോമ്പൗണ്ട്സിന് പേര് കൊടുക്കാൻ തരുമ്പോൾ നമ്മൾക്ക് ചില റൂൾസ് ഉണ്ട്. അതിൽ ഇവിടെ അത്യാവശ്യമുള്ള റൂൾസ് മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ഏറ്റവും വലിയ കാർബൺ ചെയിൻ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം. അതിലെന്തൊക്കെ വേണം? ആ കാർബൺ ചെയിനിൽ ഡബിൾ ബോണ്ടുകളൊക്കെ ആ കാർബൺ ചെയിനിൽ വരണം. അങ്ങനെ വരുന്ന ഏറ്റവും വലിയത്. അപ്പോൾ നമ്മൾ ഇതിനൊന്ന് പിരിച്ച് ചെയ്ത് നോക്കൂ. CH2 ഡബിൾ ബോണ്ട്, ഈ CH3 എന്ന് പറഞ്ഞത് ഈ കാർബണിൽ കമ്പൈൻ ചെയ്ത ഒരു ബ്രാഞ്ചാണ് ഈ CH3, ഒരു ശാഖയാണ്. അപ്പോൾ നമ്മൾ അതിനെ പിരിച്ചിങ്ങനെ എഴുതി. ദെൻ CH ഡബിൾ ബോണ്ട് CH2, ഇതാണ് സംഭവം. ഇതിൽ ഏറ്റവും വലിയ ചെയിൻ ഏതാ? ഏറ്റവും കൂടുതൽ കാർബണുള്ള ചെയിൻ ശൃംഖല ഏതാ വരിക? ഇങ്ങനെ എടുക്കാം നമുക്ക് വേണമെങ്കിൽ അല്ലേ? 1 2 3 4, ഇത് ഏറ്റവും 4 കാർബണുള്ള. അല്ലെങ്കിൽ പിന്നെ ഏതാ ചാൻസ്? 1 2 3 4 ഇങ്ങനെ എടുക്കാം. പക്ഷേ ഇങ്ങനെ എടുത്താലൊരു കുഴപ്പം. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാർബണുള്ള ചെയിനായിട്ട് എടുക്കുന്നതെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. ഈ ഡബിൾ ബോണ്ടുള്ള കാർബണെ നമ്മൾ ഒഴിവാക്കി. അത് പാടില്ല. ആ ഡബിൾ ബോണ്ടുള്ള കാർബണും കൂടിയും വരുന്ന ഏറ്റവും വലിയ ചെയിൻ ഏതാണെന്ന് നമ്മൾ നോക്കണം. അങ്ങനെ വരുമ്പോൾ നമ്പർ നമ്മളെങ്ങനെ ഇടുക? ഇവിടെ നിന്ന് ഇടുക. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം, ഇവിടെ നിന്നിട്ടാലും ഇവിടെ നിന്നിട്ടാലും ശരിയല്ലേ? 1 2 3 പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇടണോ നമ്പർ, അതോ ഇവിടുന്ന് അങ്ങോട്ട് ഇടണോ? നമ്പർ ചെയ്യണം നമ്മൾ. ആ നമ്പർ ചെയ്യുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ഇടണോ ഇവിടുന്ന് ഇങ്ങോട്ട് ഇടണോ? അപ്പോൾ വരുന്ന വേറൊരു കണ്ടീഷൻ എന്താ വെച്ചാൽ ഡബിൾ ബോണ്ടുള്ള കാർബൺ മിനിമം നമ്പർ കിട്ടണം. അപ്പോൾ സർ ഇവിടെ നിന്നിട്ടാലും ശരിയല്ലേ? ഇവിടെ നിന്നിട്ടാൽ 1ാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട്, ഇവിടെ നിന്നിട്ടാലും 1ാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട്, അപ്പോൾ ശരിയല്ലേ? യെസ്, ശരിയാണ്. പക്ഷേ രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട്. ബ്രാഞ്ചുള്ള കാർബൺ, വേറെ ഏതെങ്കിലും ഗ്രൂപ്പുകൾ അറ്റാച്ച് ചെയ്ത കാർബൺ, അയാൾക്ക് മിനിമം നമ്പറുള്ള രൂപത്തിലിടണം. അങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്നിട്ടാൽ പറ്റൂല. ഇവിടെ നിന്നിട്ടാൽ എന്താ വരിക? 1 2 3, 3ാമത്തെ കാർബണിലാണ് ബ്രാഞ്ച്. ഇവിടെ നിന്നിട്ടാലോ 2ാമത്തെ കാർബണിൽ ബ്രാഞ്ച് വന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ കണ്ടു. നമ്പർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിനെ ഇങ്ങനെയാണ് നമ്പർ കൊടുക്കേണ്ടത്. റൈറ്റ്? നമ്പർ കൊടുത്തു. എത്ര കാർബണാണ് ഉള്ളത് ആ ചെയിനിൽ? 4 കാർബൺ. 4 കാർബൺ ആണെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കുന്ന പേരിൻ്റെ തുടക്കം ബ്യൂട്ട് എന്നാണ്. 1 കാർബൺ ആണെങ്കിൽ മെത്ത്, METH. 2 കാർബൺ ആണെങ്കിൽ എത്ത്, ETH. 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പ്, PROP. 4 കാർബണുള്ള ചെയിൻ ആണെങ്കിൽ ബ്യൂട്ട്. 5 എണ്ണത്തിന് പെൻറ്റ്, 6 എണ്ണത്തിന് ഹെക്സ്, 7 എണ്ണത്തിന് ഹെപ്റ്റ്, 8 എണ്ണത്തിന് ഒക്റ്റ്. 9 എണ്ണമുള്ള കാർബണുള്ള ചെയിൻ ആണെങ്കിൽ പിന്നെ നണ്ണ്, ആൻഡ് 10 എണ്ണമുള്ളതാണെങ്കിൽ ഡെക്ക്. ഇങ്ങനെയുള്ള പേരുകളിലാണ് നമ്മൾ തുടങ്ങുക. അവരുടെ പേര് കൊടുക്കാൻ വേണ്ടിയുള്ള ഷോർട്ട് പേരുകളാണ്, അഥവാ വേർഡ് റൂട്ടുകളാണത്. റൈറ്റ്? അപ്പം നമുക്കിപ്പോൾ കിട്ടിയ 4 കാർബണുള്ള ചെയിൻ ആയതുകൊണ്ട് അതിന് വേണ്ട പേരിലെ തുടക്കം നമ്മളെടുത്തു ബ്യൂട്ട്.
സിംഗിൾ ബോണ്ട് മാത്രമാണ് ആ കാർബണുകൾക്ക് ഉള്ളതെങ്കിൽ ഈ ബ്യൂട്ടിൻ്റെ കൂടെ ANE എന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആൾ ബ്യൂട്ടേൻ എന്നാണ് പേര് പറയാം, ബ്യൂട്ടേൻ. പക്ഷെ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഈനാണ് ചേർക്കേണ്ടത്, ബ്യൂട്ടേൻ അല്ല, പകരം ബ്യൂട്ടീൻ എന്നാവും, ബ്യൂട്ടീൻ. ഇവിടെ 2 ഡബിൾ ബോണ്ട് ഉണ്ട്. 2 ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ഡൈൻ എന്നാ പറയാ. ബ്യൂട്ട എന്നുള്ള പേരിൻ്റെ കൂടെ ഡൈൻ എന്ന് ചേർക്കും, ഡൈൻ. ഈ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടിന് കാര്യമായിട്ട് നമ്മൾ കൊടുക്കണം. അതിൽ 2 ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഡൈൻ. ഇപ്പോൾ 3 ഉണ്ടെങ്കിലോ ട്രൈൻ, 4 ഉണ്ടെങ്കിലോ ടെട്രൈൻ, റൈറ്റ്? അപ്പോൾ ബ്യൂട്ട എന്നുള്ള പേരിൻ്റെ കൂടെ, ബ്യൂട്ട എന്ന് പറഞ്ഞാൽ 4 കാർബൺ ഉണ്ടായതുകൊണ്ട് കൊടുത്ത പേര്, അതിൻ്റെ കൂടെ ഡൈൻ എന്നുള്ളതും കൂടി നമ്മൾ ചേർക്കുന്നു. ബ്യൂട്ട ഡൈൻ, ബ്യൂട്ട ഡൈൻ. അപ്പോൾ 4 കാർബൺ ഉണ്ടായത്, അതിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. ആ 2 ഡബിൾ ബോണ്ട് ഉണ്ടായതുകൊണ്ട് ബ്യൂട്ട ഡൈൻ. അപ്പോൾ ഇവരുടെ പേരാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തത്. ഇയാൾക്കൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഈ പറഞ്ഞ സാധനത്തിന് പേര് കൊടുത്തു ബ്യൂട്ട ഡൈൻ. ബ്യൂട്ട ഡൈൻ എന്ന് പറഞ്ഞാൽ 4 കാർബണുള്ള 2 ഡബിൾ ബോണ്ടുള്ള കാർബൺ ചെയിനാണെന്ന് മനസ്സിലായി. അപ്പോൾ അതിലൊരു ഡൗട്ട് ഉണ്ട്, എവിടേക്കാണ് ഈ ഡബിൾ ബോണ്ട്, ഏതൊക്കെ കാർബണുള്ള ഡബിൾ ബോണ്ട്, അതവിടെ ഇൻഡിക്കേറ്റ് ചെയ്യണം. ബ്യൂട്ട ഡൈൻ എന്നുള്ളതിൻ്റെ മുമ്പിൽ ഏതൊക്കെ കാർബണാ ഡബിൾ ബോണ്ട്, 1ാമത്തെ കാർബണും പിന്നെ 3ാമത്തെ കാർബണും ഡബിൾ ബോണ്ട്. അപ്പോൾ 1,3 ബ്യൂട്ട ഡൈൻ ആയി, 1,3 ബ്യൂട്ട ഡൈൻ ആയി. ഇനി ഇയാളുടെ പേര് ഇനി എന്തും കൂടി ചേർക്കണം, ഈ പറയുന്ന ബ്രാഞ്ചിൻ്റെ പേരും കൂടി കൊടുക്കണം. ആ ബ്രാഞ്ച് മെഥിലാണ്. കാരണം ഒരു കാർബണിലതിനെ മെത്ത് എന്നാണ് പറയാ. ഒരു കാർബണും 4 ഹൈഡ്രജനും ആണെങ്കിൽ മെഥേൻ ആണ്, മെഥേൻ. അതിൽ നിന്ന് ഒരു ഹൈഡ്രജനെ കളഞ്ഞിട്ടാണ് CH3 ഉണ്ടായിരിക്കുന്നത്. ആ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേര് മെഥിൽ ഗ്രൂപ്പ് എന്നാണ്. അപ്പം മെഥിൽ ഗ്രൂപ്പാണ് ഇവിടുത്തെ ബ്രാഞ്ച്. ആ ബ്രാഞ്ച് എത്രാമത്തെ കാർബണിലാണ് ഉള്ളത്, 2ാമത്തെ കാർബണിൽ. അപ്പോൾ അത് നമ്മളിവിടെ എഴുതുന്നു 2, 2ാമത്തെ കാർബണിൽ മെഥിൽ ഗ്രൂപ്പുള്ള 1,3 ബ്യൂട്ടാഡൈൻ. 2ാമത്തെ കാർബണിൽ മെഥിൽ ഗ്രൂപ്പുള്ള 1ലും 3ലും ഡബിൾ ബോണ്ടുള്ള മൊത്തം 4 കാർബണുള്ള മോളിക്യൂൾ എന്നതാണ് ഈ പേരിൽ നിന്ന് നമുക്ക് കിട്ടുക. 2ാമത്തെ കാർബണിൽ മെഥിൽ ഗ്രൂപ്പുള്ള 1ാമത്തെയും 3ാമത്തെയും കാർബണിൽ ഡൈനുള്ള, ഡൈൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട്, 2 ഡബിൾ ബോണ്ടുള്ള ബ്യൂട്ട. ബ്യൂട്ട പറഞ്ഞാൽ 4 കാർബണുള്ള ഓർഗാനിക് കോമ്പൗണ്ട്. 2 മെഥിൽ 1,3 ബ്യൂട്ടാഡൈൻ. അപ്പോൾ പേര് കൊടുക്കാനുള്ള ഇവിടെ നമുക്ക് അത് വലിയ ഏരിയയാണ്. പേര് കൊടുക്കാനുള്ള കുറേ സ്റ്റെപ്പുകൾ, എല്ലാ മോളിക്യൂളിനും പേര് കൊടുക്കാൻ പല പല സ്റ്റെപ്പുകൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറയാനുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ, ഇത്തരം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരിക. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ കാർബണുള്ള ചെയിൻ എടുക്കുക. അതിൽ ബ്രാഞ്ചുള്ള കാർബണും ഡബിൾ ബോണ്ടുള്ള കാർബണൊക്കെ ഉണ്ടെങ്കിൽ അതിന് മിനിമം നമ്പർ വരുന്ന രൂപത്തിൽ നമ്മൾ നമ്പറിങ് കൊടുക്കുക. ആ നമ്പറിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇയാളുടെ വേർഡ് റൂട്ട് എന്താണെന്നുള്ളത്. ആ വേർഡ് റൂട്ടിനനുസരിച്ച് നമ്മൾ പേര് കൊടുക്കുക. ഇവിടെ 4 കാർബൺ ആയതുകൊണ്ട് ബ്യൂട്ട എന്ന് പേര് കൊടുത്ത്, ബ്യൂട്ട് അല്ലേ. അതിൽ 2 അങ്ങനെ നമ്മൾ നമ്പർ കൊടുത്തതിന് ശേഷം അതിലെ ഡബിൾ ബോണ്ട് എവിടെയാണെന്ന് നോക്കുക. ഒരു ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഒരു ഈൻ മതി, അപ്പോൾ ബ്യൂട്ടീൻ എന്ന് മതി. ഇവിടെ 2 ഡബിൾ ബോണ്ട് വന്നതുകൊണ്ട് ബ്യൂട്ട ഡൈൻ എന്ന് വന്നു. 3 എണ്ണം വന്നാൽ ട്രൈൻ എന്നായിരിക്കും, ബ്യൂട്ട ട്രൈൻ എന്നായിരിക്കും വരിക, റൈറ്റ്? സോ ബ്യൂട്ട ഡൈൻ ആണ് ഇവിടെ. ആ ഡൈനിൽ എവിടേക്കാണ് ഡബിൾ ബോണ്ട് ഉള്ളത് എന്ന് കാണിക്കാൻ വേണ്ടി ആ കാർബണിൻ്റെ നമ്പറുകൾ ഇവിടെ കൊടുത്തു, 1,3 ബ്യൂട്ട ഡൈൻ. എന്നിട്ട് നമ്മൾ അതിൻ്റെയും പ്രിഫിക്സ് ആയിട്ട് മുൻപേ ആയിട്ട് ഏത് കാർബണിലാണ് മെഥിൽ ഗ്രൂപ്പ്, സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഗ്രൂപ്പ് വന്നിട്ടുള്ള ബ്രാഞ്ച്, ആ ബ്രാഞ്ചിൻ്റെ പേര് മെഥിൽ. കാരണം ഒരു കാർബണേ ഉള്ളൂ. ഇപ്പോൾ 2 കാർബണുള്ള ബ്രാഞ്ചാണ് വന്നതെങ്കിൽ, 2 കാർബണുള്ള ഗ്രൂപ്പാണ് വന്നതെങ്കിൽ എഥിൽ എന്നാണ് ആ ഗ്രൂപ്പിന് പറയാം. 3 കാർബണുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ പ്രൊപ്പിൽ, ലൈക്ക് ദാറ്റ്. സോ ഇവിടെ ഒരു കാർബണുള്ള ഗ്രൂപ്പാണ് ബ്രാഞ്ചായിട്ട് വന്നത്, അതുകൊണ്ട് അതിന് മെഥിൽ. ആ മെഥിൽ ഗ്രൂപ്പ് വന്നത് എവിടെയാണ്, 2ാമത്തെ കാർബണിലാണ്. സോ 2 മെഥിൽ 1,3 ബ്യൂട്ടാഡൈൻ ഇസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്, റൈറ്റ്? സോ ഓപ്ഷൻ ഏതാ വരിക, ഓപ്ഷൻ 2 അല്ലേ, 2 മെഥിൽ 1,3 ബ്യൂട്ടാഡൈൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5. An element X has the electronic configuration 2882. നോക്കണേ, നമ്മൾ ഇന്ന് എടുത്ത എക്സാമ്പിൾ തന്നെ അതാ. ആദ്യം നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടി എടുത്ത എക്സാമ്പിൾ ഇല്ലേ, അത് ഇതായിരുന്നു. 2882 ആണ് ഒരു എലമെൻറ്റ്, എക്സ് എന്ന് പറഞ്ഞ എലമെൻറ്റിൻ്റെ കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, പറഞ്ഞ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇത് മെയിൻ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഇയാളുടേത്. ഓക്കെ, വാട്ട് ഈസ് ദ ഫോർമുല ആൻഡ് നേച്ചർ ഓഫ് ഇറ്റ്സ് ഓക്സൈഡ്? അങ്ങനെയാണെങ്കിൽ ഈ ആറ്റം ഓക്സിജനുമായി കമ്പൈൻ ചെയ്താൽ ഉണ്ടാകുന്ന കോമ്പൗണ്ട്, അതിനെയാണ് നമ്മൾ ഓക്സൈഡ് എന്ന് പറയാം. അയാളുടെ ഫോർമുല എന്തായിരിക്കും? എക്സ്
ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്താൽ ഉണ്ടാവുന്ന ഫോമുല എന്തായിരിക്കും എന്നതാണ് ഒന്ന്. പിന്നെ ഈ ഉണ്ടായ ഓക്സൈഡിൻ്റെ നേച്ചർ എന്തായിരിക്കും, എന്ത് സ്വഭാവക്കാരനായിരിക്കും. ഓക്കെ, ആദ്യം നമുക്ക് ഫോമുല നോക്കാം. ഒരു മോളിക്യൂളിൻ്റെ ഒരു കോമ്പൗണ്ടിൻ്റെ ഫോമുല എഴുതുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇയാളുടെ വാലൻസി എക്സ് എന്ന് പറഞ്ഞ ആളുടെ വാലൻസി ഈ രണ്ടാമത്തെ ആളുടെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. അതേപോലെ ഇപ്പോൾ ഇയാളുടെ വാലൻസി പിന്നെ എ എന്നാണെന്ന് കരുതിക്കോ, ഇയാളുടെ വാലൻസി ബി എന്നുമാണെന്ന് കരുതിക്കോ. വാലൻസി ഓർമ്മണ്ടല്ലോ, കമ്പൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലേ, സംയോജകത. അത് എയും ബിയും ആണെങ്കിൽ ഈ എ എന്നുള്ളത് ഇയാളുടെ അടിയിലും കൊടുക്കുക, ഈ ബി എന്നുള്ളത് ഇയാളുടെ അടിയിലും കൊടുക്കുക. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ കിട്ടുന്നതായിരിക്കും അയാളുടെ മോളിക്കുലർ ഫോമുല. അപ്പോൾ നമുക്ക് ഇവിടെ വാലൻസി അറിയണം. എത്രയാണ് ഇവിടുത്തെ വാലൻസി? വാലൻസി ഷെല്ലിലെ ഇലക്ട്രോൺസ് ഇയാൾക്ക് 2 2 ഇലക്ട്രോൺ അത് കൊടുത്താലാണ് ഇയാൾക്ക് എളുപ്പത്തിൽ ഒക്റ്ററ്റ് ആവാൻ പറ്റുക. ഞങ്ങളോട് പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ, അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആക്കുക എന്ന് പറഞ്ഞാൽ അതിനാണ് നമ്മൾ ഒക്റ്ററ്റ് അറ്റൈൻ ചെയ്യുക എന്ന് പറയാം. അത് കിട്ടിയാൽ അത് കൂടുതൽ സ്റ്റെബിലിറ്റിയാണ്, എല്ലാ ആറ്റങ്ങളും അതിനു വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഈ ആറ്റത്തിനെ സംബന്ധിച്ച് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ആക്കാൻ ഒന്നുകിൽ 6 ഇലക്ട്രോണിനെ ഇയാൾ വാങ്ങണം, അല്ലെങ്കിൽ ഈ 2 ഇലക്ട്രോണിനെ കൊടുത്താൽ മതി. അപ്പോൾ തൊട്ടുള്ളിലുള്ള ഷെല്ല് എന്തായി, ഔട്ടർ മോസ്റ്റ് ഷെല്ലായി, അത് 8 ഇലക്ട്രോണായി. അപ്പോൾ എളുപ്പത്തിലുള്ളത് 6 ഇലക്ട്രോണിനെ വാങ്ങലോ 2 ഇലക്ട്രോണിനെ കൊടുക്കലോ. 2 ഇലക്ട്രോണിനെ കൊടുക്കലല്ലേ. അപ്പോൾ ഈ 2 ഇലക്ട്രോണിനെ കൊടുക്കുക എന്നതാണ് ഇയാൾ ചെയ്യുക. റൈറ്റ്. അപ്പോൾ ഇയാളുടെ വാലൻസി 2 ആണ്. റൈറ്റ്. ആ വാലൻസി ഇതിനടിയിൽ വരച്ചു കൊടുക്കുക, എഴുതി കൊടുക്കുക. ശരി. ഇനി ഓക്സിജൻ ഉണ്ട്, അയാളുടെ വാലൻസി എത്രയാണ്? അത് നമുക്ക് ഓൾറെഡി അറിയാം. അയാൾക്ക് 6 ഇലക്ട്രോൺ വാലൻസി ഷെല്ലിലുള്ള ആളാണ്. ഓക്സിജൻ്റെ വാലൻസി ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ, നിങ്ങൾ ഇലക്ട്രോൺ അറ്റോമിക് നമ്പർ വെച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കി നമുക്ക് കാണാം 6 ഇലക്ട്രോണാണ് ഉള്ളത്. 6 ഇലക്ട്രോണുള്ള ആൾക്ക് 8 ആവാൻ എളുപ്പവഴി ഏതാ? 2 ഇലക്ട്രോണിനെ വാങ്ങലാണ് അല്ലേ. അപ്പോൾ അയാൾ 2 ഇലക്ട്രോണിനെ വാങ്ങും. അപ്പോൾ അയാളുടെ വാലൻസിയും എത്രയാണ്? 2 ആണ്. ഇയാളുടെ വാലൻസി 2 ആണ്. ഈ വാലൻസി എവിടെ കൊടുക്കുക? എക്സിന് കൊടുക്കുക. X2O2 രണ്ടും ഈ ഒരേ നമ്പർ അല്ലേ, അതുകൊണ്ട് 1:1 എഴുതിക്കൂടെ. 2:2 എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1:1. അപ്പോൾ ഈ രണ്ടും നമ്മൾ അങ്ങ് കളഞ്ഞു. X1O1 X1O1 എന്ന് എഴുതേണ്ടതില്ല, 1 ആണെങ്കിൽ നമ്മൾ എഴുതേണ്ടല്ലോ. ഇപ്പോൾ H2O അല്ലേ, അതാ H2O എന്നുള്ളതിൽ ഹൈഡ്രജൻ 2 ഓക്സിജൻ 1 ആണ്. ഇവിടെ നമ്മൾ 1 ഇടേണ്ട ആവശ്യമില്ല, ഇത് എഴുതിയാൽ മതി. H2O. ഇപ്പോൾ HCl എന്ന് എഴുതിയാൽ എന്താ? ഹൈഡ്രജൻ 1 ക്ലോറിൻ 1 ആണ്. നമ്മളിങ്ങനെ H1Cl1 എന്ന് എഴുതല്ലോ, അപ്പോൾ നേരെ HCl. അതേപോലെ ഇവിടെ 1:1 ആയതുകൊണ്ട് XO എന്ന് എഴുതിയാൽ മതി. സോ ഈ മോളിക്യൂളിൻ്റെ ഫോമുല XO ആണ്. എങ്ങനെ ഫോമുല എഴുതുക? 2 ആറ്റങ്ങളുടെയും വാലൻസി ക്രോസ് ആയിട്ട് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. ഇയാളുടെ വാലൻസി ഇവിടെ അടിയിൽ ഇട്ട് കൊടുക്കുക, ഇയാളുടെ വാലൻസി ഇവിടെ ഇട്ട് കൊടുക്കുക. ഒരേ നമ്പറാണ് വാലൻസി എങ്കിൽ അത് 1:1 ആക്കി എഴുതാം. അങ്ങനെ നമ്മൾ 2 ഉള്ളതാണ്, ഇവർക്ക് 2 പേർക്കും വാലൻസി 2 ആണ്. അത് 1:1 ആയപ്പോൾ XO ഇതായിരിക്കും അയാളുടെ മോളിക്കുലാർ ഫോമുല. ഇനി ഈ മോളിക്കുലാർ ഫോമുല മാത്രം പോരാ, ഈ മോളിക്യൂളിൻ്റെ അഥവാ ഈ കോമ്പൗണ്ടിൻ്റെ നേച്ചർ എന്താന്ന് പറയണം കേട്ടോ. ഓക്സൈഡുകളിൽ മെറ്റലിൻ്റെ ഓക്സൈഡ് ആണെങ്കിൽ അത് ബേസിക് നേച്ചർ ഉള്ളതായിരിക്കും. എന്താ മലയാളത്തിൽ പറയാ? ക്ഷാരഗുണം അല്ലേ. ബേസിക് സ്വഭാവം എന്ന് പറഞ്ഞാൽ ക്ഷാരഗുണം. മറ്റത് നോൺ മെറ്റലിൻ്റെ ഓക്സൈഡ് ആണെങ്കിൽ, അലോഹങ്ങളുടെ ഓക്സൈഡ് ആണെങ്കിൽ അത് ആസിഡിൻ്റെ ഗുണമുള്ളതായിരിക്കും. ഓക്കെ, അസിഡിക് പ്രോപ്പർട്ടിയും ബേസിക് പ്രോപ്പർട്ടിയും. ഈ പറയുന്ന ആള് ഇലക്ട്രോണിനെ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആളല്ലേ, 2 ഇലക്ട്രോണിനെ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആളല്ലേ. നോൺ മെറ്റൽസ് ഇലക്ട്രോണിനെ വാങ്ങുകയാണ് സാധാരണ ചെയ്യുക. ഇത് മെറ്റലാണ്, ഇലക്ട്രോണിനെ കൊടുക്കും. ഇനി ഇതിൽ ആറ്റോമിക് നമ്പർ വെച്ചിട്ട് ഇത് ആരാന്നും നമുക്ക് കണ്ടെത്താൻ പറ്റും. 20 ആണ് ആറ്റോമിക് നമ്പർ. കാൽസ്യമാണ്, ആൾ നല്ല മെറ്റലാണ്. റൈറ്റ്. അപ്പോൾ മെറ്റലിൻ്റെ ഓക്സൈഡ് ആണിത്. മെറ്റലിൻ്റെ ഓക്സൈഡിൻ്റെ സ്വഭാവം എന്താ? ബേസിക് ആണ്. നോൺ മെറ്റലിൻ്റെ ഓക്സൈഡിൻ്റെ സ്വഭാവം എന്താ? അസിഡിക് ആണ്. സോ ഇത് മെറ്റൽ ഓക്സൈഡ് ആയതുകൊണ്ട് ഇയാളുടെ സ്വഭാവം ബേസ് ആണ്. സോ ഫോമുല XOയും ഇയാളുടെ സ്വഭാവം ബേസിക്കും ആണ്. അങ്ങനെ ഒരു ഓപ്ഷൻ നോക്കിയേ, ഓപ്ഷൻ 4 അല്ലേ. 4ാമത്തെ ഓപ്ഷനിൽ എന്താണ്? ഫോമുല XO ആണ്, ആള് ബേസിക് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6. മാച്ച് ദ ഫോളോയിങ്. കോളം A കോളം B എന്ന് പറഞ്ഞിട്ട് കോളം എയിൽ കുറച്ച് കോമ്പൗണ്ട്സും കോളം ബിയിൽ ചില പേരുകളുമാണ് കൊടുത്തത്. എന്നിട്ട് അവരെ മാച്ച് ചെയ്യാൻ പറയുക ചെയ്ത്. നോക്കാം നമുക്ക്. കോളം എ അതിൽ കൊടുത്തിട്ടുള്ളത് എന്താ? എ എന്ന് പറഞ്ഞിട്ട് HGS, B Fe2O3,
സി PbS ഡി MnO2. ഇതാണ് കോളം എയിൽ തന്നിട്ടുള്ളത്. കോളം ബിയോ കോളം ബിയിൽ എന്തൊക്കെയാ? പൈറോലുസൈറ്റ്, അത് ഏതാ പറയുന്നത്? പി എന്ന് പറഞ്ഞ ഇത് കൊടുത്തിട്ട് പൈറോലുസൈറ്റ്. ദെൻ ക്യൂ സിന്നബാർ, ആർ ഹേമറ്റൈറ്റ്, എസ് ഗലേന. ഇങ്ങനെ കൊടുത്തു. നിങ്ങൾക്ക് പഠിക്കാനുണ്ട് മെറ്റൽസിനെ കുറിച്ചും അവരുടെ എക്സ്ട്രാക്ഷനെ കുറിച്ചൊക്കെ. മെറ്റൽ, നോൺ മെറ്റൽ, അതേപോലെ അവരുടെ എക്സ്ട്രാക്ഷൻ, അവരെ നമ്മൾ പിന്നെ തരംതിരിക്കുക. അവരുടെ പിന്നെ ഓറിൽ നിന്ന്, അയിര് എന്നാണ് മലയാളത്തിൽ പറയുക, ഓറിൽ നിന്ന് തരംതിരിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? മിനറൽസ്, ഓർസ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. മിനറൽ എന്ന് പറഞ്ഞാൽ എന്താ? കെമിക്കൽ കോമ്പൗണ്ട്സ് വിച്ച് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം എർത്ത് ക്രസ്റ്റ് ബൈ മൈനിങ്. നമ്മൾ എർത്ത് ക്രസ്റ്റിൽ നിന്ന്, എർത്തിൻ്റെ ഭൂവൽക്കത്തിൽ നിന്ന് ഇലക്ട്രോൺ പിന്നെ കുഴിച്ചെടുക്കുന്ന കെമിക്കൽ കോമ്പൗണ്ട്സിനെ, കെമിക്കൽ സബ്സ്റ്റൻസസിനെയാണ് മിനറൽ എന്ന് പറയാം അല്ലേ? ധാതുക്കൾ, മിനറൽസ്. അതിലെ തന്നെ ചില മിനറലുകളിൽ നിന്നാണ് നമ്മൾ എലമെൻറ്റിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിനെ നമ്മൾ തരം തിരിച്ചെടുക്കുന്നത്, അതിൽ നിന്ന് എടുക്കുന്നത്, അതിനെയാണ് നമ്മൾ എക്സ്ട്രാക്ഷൻ എന്ന് പറയുക. അത് ചില പ്രത്യേക മിനറൽസിൽ നിന്ന് മാത്രമാണ്. അങ്ങനെയുള്ള മിനറൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർ, അയിര്, ഓർ എന്ന് പറയാം. റൈറ്റ്? അങ്ങനെയുള്ള ചില ഓറുകളുടെ പേരാണത്. പൈറോലുസൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓറാണ്, സിന്നബാർ എന്ന് പറഞ്ഞാൽ വേറൊരു ഓറാണ്, ഹേമറ്റൈറ്റ് അനദർ ഓറാണ്, ഗലേന ഒരു ഓറാണ്. അവരുടെ മോളിക്കുലർ ഫോമുലയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഏതാണെന്ന് അറിയണം. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യത്തിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഓറുകളും അവരുടെ ഫോമുലകളും, അല്ലെങ്കിൽ അത് ആരുടെ ഓറാണ് എന്നുള്ള കാര്യങ്ങളും ബൈഹാർട്ട് ചെയ്യലാണ്. വേറെ മാർഗ്ഗമില്ല. ആ കുറച്ച് ഓറുകളുടെ പേരുകളും അതിൻ്റെ ഫോമുലകളും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. ഓക്കെ? എന്താണ് ഓർ? ഓർ എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റ് വേർതിരിച്ചെടുക്കാൻ, എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന എലമെൻറ്റിൻ്റെ മിനറലാണ്. എന്താ മിനറൽ എന്ന് പറഞ്ഞാൽ? മിനറൽ എന്ന് പറഞ്ഞാൽ കെമിക്കൽ കോമ്പൗണ്ടാണ്. അത് നമുക്ക് കിട്ടുക എർത്തിൽ നിന്ന് കുഴിച്ചെടുത്തിട്ടാണ്. അപ്പോൾ എർത്തിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന കെമിക്കൽ കോമ്പൗണ്ട്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് മിനറൽസ്. അതിൽ നിന്ന് ഒരു എലമെൻറ്റിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മിനറലിനെ വിളിക്കുന്ന പേരാണ് ഓർ. ആ ഓറിൽ കുറേ ഇംപ്യൂരിറ്റീസ് ഉണ്ടാവും, നമുക്ക് ഒഴിവാക്കേണ്ട, നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉണ്ടാവും. അവരെ ഇംപ്യൂരിറ്റി എന്നോ അല്ലെങ്കിൽ ഗ്യാങ് അല്ലെങ്കിൽ മാട്രിക്സ്, ഇങ്ങനെയൊക്കെയാണ് അവരുടെ പേര്, ഇംപ്യൂരിറ്റിക്ക് പറയുന്ന പേര്. റൈറ്റ്? അങ്ങനെയുള്ള കുറേ ഓറുകളുടെ പേരുകൾ നമ്മൾ കളക്ട് ചെയ്യണം, അത് പഠിക്കണം, അതിൻ്റെ ഫോമുലയും പഠിക്കണം. ഇവിടെ നമുക്ക് 4 പരിചയപ്പെടാം. HGS എന്ന് പറഞ്ഞാൽ മെർക്കുറിയുടെ ഓറാണ്. മെർക്കുറി HG, അതിൻ്റെ സൾഫറുമായിട്ട് ചേർന്ന സൾഫൈഡ് ഓറാണ് HG. ഇയാളെ നമ്മൾ അറിയപ്പെടുന്നത് സിന്നബാർ എന്നാണ്. HGSന് നമ്മൾ അറിയപ്പെടുന്നത് സിന്നബാർ എന്ന പേരിലാണ്. ഇപ്പോൾ സിന്നബാർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, അത് മെർക്കുറിയുടെ സൾഫൈഡ് ഓറാണ്, ദാറ്റ് ഈസ് HGS. അതേപോലെ Fe2O3 അയേണിൻ്റെ ഓക്സൈഡ് ഓറാണ്. അയാൾ അറിയപ്പെടുന്ന പേര് ഹേമറ്റൈറ്റ് എന്നാണ്. അയാളുടെ പേര്. PbS എന്ന് പറഞ്ഞാൽ ലെഡിൻ്റെ സൾഫൈഡ് ഓറാണ്. സൾഫൈഡ് ഓറാണ്. അയാൾ അറിയപ്പെടുന്ന പേരാണ് ഗലേന. റൈറ്റ്? MnO2 മാംഗനീസ് ഡയോക്സൈഡ്, മാംഗനീസിൻ്റെ ഓക്സൈഡ് ഓറാണ്. അയാളുടെ പേര് പൈറോലുസൈറ്റ് എന്നാണ്. അപ്പോൾ ആ ചാപ്റ്ററിൽ നിങ്ങൾ മെറ്റൽസിനെ കുറിച്ച്, എലമെൻറ്റുകളുടെ എക്സ്ട്രാക്ഷനെ കുറിച്ച്, ലോഹം അലോഹം അവരുടെ പിന്നെ എക്സ്ട്രാക്ഷൻ, അതിനെക്കുറിച്ചുള്ള മെറ്റലർജി, ആ എക്സ്ട്രാക്ഷനെ പറയുന്ന പേരാണ്. മെറ്റൽസിനെ അവരുടെ ഓറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റലർജി. ആ പ്രോസസ്സിനെ മൊത്തം വിളിക്കുന്ന പേരാണ് മെറ്റലർജി. മെറ്റൽസിനെ അവരുടെ ഓറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ
നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയറിനെ വിളിക്കുന്ന പേരാണ് മെറ്റലർജി. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മെറ്റലർജി. ആ ചാപ്റ്റർ പഠിക്കണം. അതിൽ പ്രത്യേകിച്ചും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർസും അവരുടെ ഫോർമുലയും പഠിക്കണം. ഇവിടെ തന്നിട്ടുള്ളത് ഇതാണ്. അപ്പോൾ ഇതിലെ ഓപ്ഷൻ ഏതാ? എ ക്യു ബി ആർ സി എസ് ഡി പി. എ ക്യു ബി ആർ സി എസ് ഡി പി ഓപ്ഷൻ 1 ആണ്. റൈറ്റ്. Question number 7. What is the mass of hydrochloric acid required to neutralize 500 ml of 0.5 molar sodium hydroxide? എന്താ? ഞെട്ടണ്ട, വളരെ എളുപ്പത്തിൽ നമുക്കിത് പറയാം, പഠിക്കാം. ഒന്നും ക്വസ്റ്റ്യൻ വായിക്കുന്നതോടുകൂടി നമ്മൾ ബേജാറാവരുത്. നമുക്കിതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് ദ മാസ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്? ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ മാസ് എത്ര എന്നാണ് ചോദ്യം. റിക്വയർഡ് ആവശ്യം വരുന്നു. 2 എന്തിനാവശ്യം വരുന്നു? ന്യൂട്രലൈസ് ചെയ്യാൻ ആവശ്യം വരുന്നു. എന്തിനാ ന്യൂട്രലൈസ് ചെയ്യാൻ? 500 ml, അര ലിറ്റർ അല്ലേ? 500 ml പറഞ്ഞാൽ അര ലിറ്റർ, 500 ml ഓഫ് 0.5 മോളാർ സോഡിയം ഹൈഡ്രോക്സൈഡ്. 0.5 മോളാർ സോഡിയം ഹൈഡ്രോക്സൈഡ്. എന്താ ഈ 0.5 മോളാർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? 0.5 മോളാർ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻസിന് കോൺസെൻട്രേഷൻ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചില ടേംസ് ആണ് മൊളാരിറ്റി, നോർമാലിറ്റി, മൊളാലിറ്റി എന്നൊക്കെ പറയാം. കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ, ഒരു സൊല്യൂഷൻ എത്രത്തോളം കോൺസെൻട്രേഷൻ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടേംസ് ആണിത്. അതിൽപ്പെട്ട ഒന്നാണ് ഈ മൊളാരിറ്റി. ഇത്ര മോളാർ എന്ന് പറഞ്ഞാൽ എന്താ? 0.5 മോളാർ എന്ന് പറഞ്ഞാൽ 0.5 മോൾ ഒരു ലിറ്ററിൽ ലയിപ്പിച്ചു എന്നാണ്. എങ്ങനെ? ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിൽ 0.5 മോള് നമ്മൾ ലയിപ്പിച്ചാൽ, 1 മോൾ എന്ന് പറഞ്ഞാൽ അവോഗാഡ്രോ നമ്പർ ഓഫ് സബ്സ്റ്റൻ്റ് ആണ്. 0.5 പറഞ്ഞാൽ അര മോളാണ് അല്ലേ? ഹാഫ് മോളിനല്ലേ 0.5 എന്ന് പറയാം. സോ 0.5 മോള് ഒരു ലിറ്ററിൽ ലയിപ്പിച്ചാൽ ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനാണ് 1 മോളാർ. 0.5 മോളാർ. 1 മോൾ, കമോൺ, 1 മോൾ ഒരു ലിറ്ററിലാണെങ്കിൽ 1 മോളാർ. 0.5 മോൾ ഒരു ലിറ്ററിലാണെങ്കിൽ 0.5 മോളാർ. ഓക്കെ. സോ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് മനസ്സിലായി, മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഇൻ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. ലിറ്റർ കണക്കിൽ നമ്മൾ വോളിയം എടുത്താൽ അതിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട് എന്ന് പറയലാണ്, മോൾസ് ഓഫ് സൊല്യൂട്ട് ഉണ്ട് എന്ന് പറയലാണ് മൊളാരിറ്റി. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനം, ലായകം, ലായനി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ലീനം എന്ന് പറഞ്ഞാൽ എന്താ? സൊല്യൂട്ട്. ലായകം എന്ന് പറഞ്ഞാൽ സോൾവൻറ്റ്. ലായനി എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, ലീനം, ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ലായനിയുടെ വോളിയം ലിറ്ററിൽ പറഞ്ഞാൽ അതിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഉണ്ട് എന്ന് പറയലാണ് മൊളാരിറ്റി. റൈറ്റ്. അപ്പോൾ 0.5 മോളാർ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 0.5 മോൾസ് of NaOH in 1 liter of solution. ഇതാണ് അതിനർത്ഥം. 0.5 മോളാർ എന്ന് പറഞ്ഞാൽ അർത്ഥതാണ് 0.5 മോൾസ് ഓഫ് NaOH in 1 liter of solution. 0.5 മോൾസ്. റൈറ്റ്. അപ്പം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ 0.5 മോൾസ് ഉണ്ട് 1 ലിറ്ററിൽ എന്നാണ്. പക്ഷേ എടുത്തത് എത്രയാണ്? 1 ലിറ്റർ ഉണ്ടോ? 500 ml എടുത്തിട്ടുള്ളൂ. 1 ലിറ്ററിൽ 0.5 ഉണ്ടെങ്കിൽ 500 ml എത്ര ഉണ്ടാവുക? അതിൻ്റെ പകുതി. 0.5ൻ്റെ പകുതി എത്ര? 0.25 ആണ്. 0.25 മോൾസ് ആണുള്ളത്. 0.25 മോൾസ്. അതാണ് 500 ലിറ്ററിലുള്ളത്. 500 ml ഉള്ളത്. 500 ml ഇത്രയുള്ളത്. റൈറ്റ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ 500 ml 0.5 മോളാർ NaOH എന്ന് പറഞ്ഞാൽ അതിൽ എത്ര മോൾസ്, എത്ര 0.5 മോൾസ് 1 ലിറ്ററിലാണെങ്കിൽ 500 ml 0.25 മോൾസ് ഉണ്ടാവും. അത്രയും മോൾസ് NaOH ഉണ്ട് എന്ന് മനസ്സിലായി. ഓക്കെ. അത് ആരായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? സോ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ടാണ്.
അല്ലേ? ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും തമ്മിലുള്ള റിയാക്ഷൻ നോക്കാം നമുക്ക്. NaOH പ്ലസ് HCl ഗീവ്സ് എന്താ വരിക? ഒരു സാൾട്ടും വാട്ടറും വരും, ആസിഡും ബേസും തമ്മിലുള്ള റിയാക്ഷൻ അല്ലേ? സാൾട്ടും വാട്ടറും ഫോം ചെയ്യും. NaCl എന്ന് പറഞ്ഞാൽ സാൾട്ടും ഉണ്ടാവും, H2O ഉണ്ടാവും, റൈറ്റ്? ഇതല്ലേ ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പറയാം 1 മോൾ NaOH 1 മോൾ HCl റിയാക്ട് ചെയ്തപ്പോൾ 1 മോൾ NaCl 1 മോൾ HCl ഉണ്ടായി. 1 നമ്മൾ കോഎഫിഷ്യൻ്റ് അവിടെ ഉണ്ട്, അത് 1 ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ ഇടാതിരുന്നത്. സോ 1 മോൾ NaOH 1 മോൾ HCl റിയാക്ട് ചെയ്യുക നമുക്ക് മനസ്സിലായി. പക്ഷെ നമ്മളിവിടെ റിയാക്ട് ചെയ്യുന്നത് 1 മോൾ ഇല്ല അല്ലേ? എത്രയാ? 0.25 മോൾസ് ആണ്. 0.25 മോൾസ് NaOH. അപ്പോൾ എത്ര ആയിട്ടായിരിക്കും റിയാക്ട് ചെയ്യുക? ഈക്വൽ അല്ലേ? 1 മോളായിട്ടാണ് റിയാക്ട് ചെയ്യുമെങ്കിൽ 0.25 മോള് 0.25 മോൾസ് HCl റിയാക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് വേണ്ടത് 0.25 മോൾസ് HCl ആണ്. ഇനി അതിൻ്റെ വെയിറ്റ് അറിഞ്ഞാൽ അതായി ആൻസർ. നമ്മളോട് ചോദിച്ചത് എത്ര HClൻ്റെ വെയിറ്റ് എത്രയാണെന്നാണ് ചോദ്യം. എത്ര മോൾ HCl വേണ്ടി വരും നമുക്ക് മനസ്സിലായി. 0.25 ആണ് NaOH എടുത്തത്, അതുകൊണ്ട് 0.25 തന്നെ HCl വേണ്ടി വരും നമുക്ക് മനസ്സിലായി. ഇനി അതിൽ നിന്ന് നമുക്ക് HClൻ്റെ വെയിറ്റ് കണ്ടെത്തണം. എങ്ങനെയാണ് കണ്ടെത്തുക? മോളിക്യൂളിൻ്റെ വെയിറ്റ് 36.6 ആണ് അല്ലേ? HClൻ്റെ ഹൈഡ്രജൻ ഒന്നും 36.5 ആണ്. കാരണം 35.5 ആണ് ക്ലോറിൻ്റെ ആറ്റോമിക് വെയിറ്റ്, ഹൈഡ്രജൻ്റെത് 1ഉം. അങ്ങനെ ആകുമ്പോൾ 36.5 ആണ് HClൻ്റെ മോളിക്കുലാർ വെയിറ്റ്, ഒരു മോളിക്യൂളിൻ്റെ മൊത്തം വെയിറ്റ്. അത്രയും ഗ്രാം എടുത്താൽ അതിൽ 1 മോൾ ഉണ്ടാവും അല്ലേ? 1 മോൾ HCl എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ഉണ്ടാവും എന്ന് മനസ്സിലായി നമുക്ക്? 36.5 ഗ്രാം ഉണ്ടാവും. കാരണം 1 ഗ്രാം ആറ്റം അവോഗാഡ്രോ നമ്പർ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. സോ 1 മോൾ HCl 36.5 ഗ്രാം ആയിരിക്കും വെയിറ്റ്. പക്ഷേ നമുക്ക് ഇവിടെ എത്ര മോളേ ഉള്ളൂ? 0.25 മോൾസേ ഉള്ളൂ. സോ ദർഫോർ 0.25 മോൾ ഓഫ് HCl എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? അപ്പോൾ ഇതിനതുകൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 0.25 ഇൻറ്റു 36.5 ഗ്രാം. ഇതായിരിക്കും അതിൻ്റെ വെയിറ്റ്. 0.25 ഇൻറ്റു 36.5 ഗ്രാം. അത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 9.125 ഗ്രാം എന്ന് കിട്ടും. 9.125 ഗ്രാം ഇതായിരിക്കും അതിൻ്റെ വെയിറ്റ്. അപ്പോൾ ഒന്നുമില്ല സംഭവം. മൊളാരിറ്റി എന്താന്ന് പറഞ്ഞു. ആ മൊളാരിറ്റി എന്താന്ന് മനസ്സിലായാൽ നമ്പർ ഓഫ് മോൾസ് എത്രയാണ് ഈ കോൺസെൻട്രേഷനിലുള്ളത് എന്ന് മനസ്സിലാവും. 0.5 500 ml എന്ന് പറഞ്ഞാൽ 0.5 മോളാർ എന്ന് പറഞ്ഞാൽ 1 ലിറ്ററിൽ 0.5 മോൾസ് ഓഫ് NaOH ഉണ്ട് എന്നർത്ഥം. അത് പക്ഷേ എടുത്തത് 500 ml ആയതുകൊണ്ട് അതിൻ്റെ പകുതിയെ 500 ml ഉണ്ടാവുള്ളൂ. 0.5ൻ്റെ പകുതി പറഞ്ഞാൽ 0.25 ആണ്. 0.25 ഗ്രാമാണ് NaOH എങ്കിൽ ഇക്വേഷൻ പ്രകാരം അത്ര തന്നെ 0.25 മോൾസ് തന്നെ ആയിരിക്കും HCl എടുത്തിട്ടുണ്ടാവുക. കാരണം 1:1 റേഷ്യോ ആണ് ഇക്വേഷനിൽ മൊത്തം. ഒരു NaOHന് 1 HCl ആണെങ്കിൽ 0.25 NaOHന് 0.25 HCl വേണ്ടി വരും. 0.25 മോൾസിൻ്റെ വെയിറ്റ് എത്രയാണ് നമ്മൾ നോക്കിയത്. അത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്തു? HClൻ്റെ മോളിക്കുലാർ വെയിറ്റിനെ ആ 0.25 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ആൻസർ കിട്ടി 9.125 ഗ്രാം. ദാറ്റ് വിൽ ബി ദ ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 8. Which of the following compound gives effervescence with sodium bicarbonate solution? താഴെ തന്ന കോമ്പൗണ്ട്സിൽ ഏത് കോമ്പൗണ്ടാണ് സോഡിയം ബൈകാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എഫർവെസൻസ് ഉണ്ടാവുക? എഫർവെസൻ പറഞ്ഞാൽ നൊരയൊക്കെ വരിക, പതഞ്ഞു വരിക അല്ലേ? ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് അവിടെ, അതുകൊണ്ടാണ് ഈ എഫർവെസൻസ്, ഈ നൊര വരിക എന്നാണ് അതിനർത്ഥം. ഓക്കെ, അത് ഈ താഴെ തന്ന ഏത് കോമ്പൗണ്ടാണ് സോഡിയം ബൈകാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എഫർവെസൻസ് പ്രൊഡ്യൂസ് ചെയ്യുക? അതാണ് ചോദ്യം. കേട്ടോ, ഒരു മെറ്റൽ കാർബണേറ്റ്. മെറ്റൽ എന്നില്ലെങ്കിൽ ഞാൻ എം കൊടുക്കുകയാണ്. കാർബണേറ്റ് പറഞ്ഞാൽ CO3 ആണ്. സോ MCO3 മെറ്റൽ കാർബണേറ്റ്, അല്ലെങ്കിൽ മെറ്റൽ ബൈകാർബണേറ്റ് നമ്മൾ HCO3 എന്നാണ് പറയാം. HCO3 വരുന്നവരെയാണ് നമ്മൾ ബൈകാർബണേറ്റ് എന്ന് പറയാം. സോ മെറ്റൽ കാർബണേറ്റോ മെറ്റൽ ബൈകാർബണേറ്റോ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് ഒരു സാൾട്ടും വാട്ടറും കാർബൺ ഡയോക്സൈഡുമായിരിക്കും. ഓക്കെ, ഏതൊരു മെറ്റൽ കാർബണേറ്റ് അല്ലെങ്കിൽ ഒരു മെറ്റൽ ബൈകാർബണേറ്റും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? ഒരു സാൾട്ട് നമുക്ക് ഉണ്ടാവും പ്രൊഡക്റ്റായിട്ട്, വാട്ടറും ഉണ്ടാവും,
കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാവും. സോ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് ഇവിടെ എഫർവെസൻസ് ആയിട്ട് നൊരയായിട്ട് പുറത്തേക്ക് വരിക. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ എടുത്തത് മെറ്റൽ ബൈകാർബണേറ്റ് ആണ്. അപ്പോൾ അത് ആരോട് റിയാക്ട് ചെയ്യണം? എഫർവെസൻസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യണം. താഴെ തന്നിരിക്കുന്നതെല്ലാം കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ കോമ്പൗണ്ടാണ്, അതായത് ഓർഗാനിക് സബ്സ്റ്റൻ്റ് ആണ്. അതിൽ ആസിഡ് ആവണമെങ്കിൽ കാർബോക്സിലിക് ആസിഡ് വരണം അല്ലേ? കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇങ്ങനെയായിരിക്കും ഫോർമുല, COOH. ഇങ്ങനൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളതിനെയാണ് നമ്മൾ കാർബോക്സിലിക് ആസിഡ് എന്ന് പറയാം. അപ്പോൾ ആസിഡ് ആവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു പാർട്ട് അതിൽ നിർബന്ധമായിട്ട് വേണം. ഇങ്ങനൊരു പാർട്ട് നിർബന്ധമായിട്ടുണ്ടെങ്കിൽ അത് എന്താവുള്ളൂ? ആസിഡ് ആവുള്ളൂ. അപ്പോൾ അതിൽ മിനിമം എത്ര ഓക്സിജൻ വേണം? COOH ആവണമെങ്കിൽ 2 ഓക്സിജൻ വേണ്ടേ? 2 ഓക്സിജൻ വരുന്ന ഒറ്റ ഫോമുലേ നമ്മളിലുള്ളൂ, ഓപ്ഷൻ 2. ഓപ്ഷൻ 2 മാത്രമേ 2 ഓക്സിജൻ വരുന്ന ഫോമുലേ ഉള്ളൂ. ദർഫോർ ദാറ്റ് ഈസ് ദ ആസിഡ്. അതാണ് ഇവിടുത്തെ ആസിഡ്. ആ ആസിഡ് യഥാർത്ഥത്തിൽ കൊടുത്തത് C2H4O2 ആണെങ്കിലും യഥാർത്ഥത്തിൽ ഈ സാധനം ഏതാ? അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, CH3COOH. CH3COOH എന്ന് പറഞ്ഞാൽ അസറ്റിക് ആസിഡ്, വിനാഗിരി. അതാണ് ഈ സാധനം. അത് ആസിഡാണ് അല്ലേ? നമ്മൾ അച്ചാറൊക്കെ ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിനാഗിരി. സോ ഇറ്റ് ഈസ് അസറ്റിക് ആസിഡ്. ഈ അസറ്റിക് ആസിഡാണ് ഇവിടെ ബൈകാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ എഫർവെസൻസ് ഉണ്ടാവുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്, റൈറ്റ്? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി C2H4O2 ആണ്. എങ്ങനെ നമ്മൾ C2H4O2ലേക്ക് എത്തിയത്? ആസിഡ് നിർബന്ധമായിട്ട് വേണം. ആസിഡ് വരണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഓർഗാനിക് സംയുക്തങ്ങളാണ് എല്ലാം തന്നത്, കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ കോമ്പൗണ്ടാണ്. അപ്പോൾ അതിൽ ആസിഡ് വരണമെങ്കിൽ COOH എന്ന് പറഞ്ഞ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളവരെ ആസിഡ് ആവുള്ളൂ. ഓർഗാനിക് ആസിഡ്സ് പറഞ്ഞാൽ ഇങ്ങനൊരു ഭാഗം ഉണ്ടാവും. അങ്ങനെ ഒരു ഭാഗം ഉണ്ടാണെങ്കിൽ മിനിമം 2 ഓക്സിജൻ വേണം. 2 ഓക്സിജൻ വരുന്ന ഒറ്റ ഫോമുലേ ഉള്ളൂ, അതേതാ? B ആണ്, അതായത് രണ്ടാമത്തെ ഓപ്ഷനാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9. A colorless solution changes gradually blue when we put some copper turnings to it. The solution is most likely to be. ആദ്യം ഒരു കളർലെസ് സൊല്യൂഷൻ ഉണ്ടായിരുന്നു, അതിലേക്ക് ഞാൻ കോപ്പർ ഇട്ടു. കോപ്പർ ഇട്ടപ്പോൾ എന്തായി? അത് നീല കളറായി മാറി. അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷൻ ഏതായിരുന്നു? ആദ്യം നമ്മളെ കയ്യിലുണ്ടായിരുന്ന സൊല്യൂഷൻ ഏതായിരുന്നു എന്നാ ചോദ്യം. ഇതും റിഡോക്സ് റിയാക്ഷനിൽ വരുന്ന സംഭവമാണ്. എന്താ കാര്യം? ഒരു പാത്രത്തിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്, അതിലേക്ക് ഞാൻ കോപ്പർ ഇടുകയാണ്. കോപ്പർ ഇട്ടോടുകൂടി കളർലെസ് ആയിരുന്ന ഈ സൊല്യൂഷൻ ബ്ലൂ ആയി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരു സൊല്യൂഷന് ബ്ലൂ കളർ ഉണ്ടെങ്കിൽ കോപ്പർ അവിടെ Cu2+ ആയിട്ട് ലയിക്കണം, ആ സൊല്യൂഷനിലേക്ക് ലയിക്കണം. അപ്പോൾ നമ്മൾ ഇട്ട കോപ്പർ Cu2+ ആയി മാറി എന്നാണ് ബ്ലൂ കളറായി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. Cu2+ ആവുക എന്ന് പറഞ്ഞാൽ Cu ആകുമ്പോൾ ചാർജ് 0 അല്ലേ? Cu2+ ആവുക എന്ന് പറഞ്ഞാൽ അത് ചാർജ് കൂടലല്ലേ? ചാർജ് കൂടുന്നതിന് നമ്മൾ എന്താ വിളിച്ചത്? ഓക്സിഡേഷൻ എന്നാണ്. ഓക്സിഡേഷൻ, റൈറ്റ്? അപ്പോൾ കോപ്പറിന് ഇവിടെ ഓക്സിഡേഷൻ നടന്നു. വെറുതെ ഒരു ഓക്സിഡേഷൻ നടക്കില്ല, ആരെങ്കിലും ഓക്സിഡേഷൻ നടക്കാൻ സഹായിക്കണം, അഥവാ അവിടെ ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റ് ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ ഒരാൾ സൊല്യൂഷനിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കോപ്പർ ഇവിടെ കോപ്പർ 2+ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യപ്പെട്ടത്, റൈറ്റ്? ഇങ്ങനെ ആരെ ഓക്സിഡൈസ് ചെയ്യും എന്നറിയാൻ നമുക്ക് ഒരു ടേബിൾ ഉപയോഗിക്കാം, ഒരു സീരീസ് ഉപയോഗിക്കാം. ആ സീരീസിനെ വിളിക്കുന്ന പേര് ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്നാണ്. എന്താണ്? ഇലക്ട്രോ കെമിക്കൽ സീരീസ്. ഏത് ആള് ആരെ ഓക്സിഡൈസ് ചെയ്യും, അല്ലെങ്കിൽ ആരെ റെഡ്യൂസ് ചെയ്യും എന്നതൊക്കെ അറിയാൻ നമുക്കിത് സഹായിക്കും. ഞാൻ അതിൻ്റെ ചെറിയൊരു രൂപം നമുക്കിവിടെ പറയാം, അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. താഴേന്ന് മേലേന്ന് താഴേക്ക് ഇങ്ങനെ ഞാൻ എഴുതുന്നത് അത് റിഡക്ഷൻ നടക്കാനുള്ള കഴിവിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ്. മേലുള്ള ആൾക്ക് റിഡക്ഷൻ നടക്കാൻ കഴിവ് കുറവ്, താഴേക്ക് വരുന്നതോറും റിഡക്ഷൻ നടക്കാനുള്ള കഴിവ് കൂടിക്കൂടി വരുന്ന ഓർഡറിലാണ് ഞാൻ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ മിനിമം റിഡക്ഷൻ നടക്കാൻ വളരെ കുറവ് ചാൻസ് ഉള്ള ആൾ ഇവിടെ ലിഥിയമാണ്. ലിഥിയം, ദെൻ പൊട്ടാസ്യം, കാൽസ്യം. ഇപ്പോൾ റിഡക്ഷൻ നടക്കാനുള്ള ചാൻസ് കൂടിക്കൂടി വരും കേട്ടോ താഴേക്ക്. ദെൻ മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, ക്രോമിയം, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്, ഹൈഡ്രജൻ. അതിനുശേഷം കോപ്പർ, അയോഡിൻ, സിൽവർ, ഗോൾഡ്, ഫ്ലൂറിൻ. ഏറ്റവും ചെറിയ രൂപത്തിലുള്ള ഒരു ഇലക്ട്രോ കെമിക്കൽ സീരീസാണ് ഞാൻ വരച്ചത്. അതായത് റിഡക്ഷൻ നടക്കാൻ ചാൻസ് കൂടുതലുള്ള ആൾ, അതിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ. അപ്പോൾ ലിഥിയത്തിന് ഏറ്റവും ചാൻസ് കുറവ്, പിന്നെ റിഡക്ഷൻ നടക്കാൻ ചാൻസ് പൊട്ടാസ്യത്തിനാണ് കൂടുതൽ ലിഥിയത്തിനേക്കാളും.
ദെൻ കാൽഷ്യം. അങ്ങനെ റിഡക്ഷൻ നടക്കാൻ ചാൻസ് കൂടുതലുള്ള ആൾക്കാരെയാണ് ഞാൻ ഇവിടെ എഴുതിയത്. റൈറ്റ്? അതായത് ഇതിൽ 2 പേര് തമ്മിൽ റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ ആർക്ക് റിഡക്ഷൻ നടക്കും, ആർക്ക് ഓക്സിഡേഷൻ നടക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഫോർ സപ്പോസ് അലൂമിനിയവും സിൽവറും തമ്മിൽ റിയാക്ഷൻ നടക്കുകയെന്ന് കരുതിക്കോ. അങ്ങനെയാണെങ്കിൽ ഇതിൽ ആർക്ക് ഓക്സിഡേഷൻ, ആർക്ക് റിഡക്ഷൻ? റിഡക്ഷൻ നടക്കാനുള്ള ടെൻഡൻസി ഇതിൽ ആർക്കാ കൂടുതൽ നോക്കുക? അയാൾക്ക് റിഡക്ഷൻ. ഇതിൽ ആർക്കാ റിഡക്ഷൻ നടക്കാനുള്ള ടെൻഡൻസി? അലൂമിനിയത്തിനാണോ സിൽവറിനാണോ? സിൽവറിനാണ്. കാരണം റിഡക്ഷൻ നടക്കാനുള്ള ടെൻഡൻസിയിൽ ഏറ്റവും കൂടുതൽ ഭാഗത്താണ് സിൽവർ വരുന്നത്. അപ്പോൾ സിൽവറിന് റിഡക്ഷനും അലൂമിനിയത്തിനും ഓക്സിഡേഷനും ആയിരിക്കും നടക്കുക എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മളെ കാര്യത്തിലേക്ക്. അപ്പോൾ ഇങ്ങനെ ഓരോന്നിലും നമുക്കിത് വരും. ഇവിടെ ഇപ്പോൾ റിയാക്ഷൻ ആരൊക്കെയാ? കോപ്പറാണ്. അയാളെ ഓക്സിഡൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാളെക്കാളും റിഡക്ഷൻ നടക്കാൻ ചാൻസ് ഉള്ള ആളായിരിക്കണം സൊല്യൂഷനിൽ ഉണ്ടാവേണ്ടത്. അയാളെ ഓക്സിഡൈസ്, ഇവിടെ നോക്കൂ, ആരാണ്? അലൂമിനിയത്തിന് ഓക്സിഡേഷൻ നടന്നു, സിൽവറിന് റിഡക്ഷനും നടന്നു. എന്തുകൊണ്ടാണ്? സിൽവറിൻ്റെ റിഡക്ഷൻ നടക്കാനുള്ള ചാൻസ് അലൂമിനിയത്തിനേക്കാളും കൂടുതലായതുകൊണ്ടാണ്. അതേപോലെ കോപ്പർ ഇതിലേക്ക് ഇട്ടപ്പോൾ നീല കളറായി. അപ്പോൾ കോപ്പറിന് എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ നടന്നു. ഓക്സിഡേഷൻ നടക്കണമെങ്കിൽ മറ്റൊരാൾക്ക് ഇവിടെ റിഡക്ഷൻ നടക്കണം. റിഡക്ഷൻ നടക്കണമെങ്കിൽ ഈ സൊല്യൂഷനിലുള്ള ആൾ കോപ്പറിനേക്കാളും റിഡക്ഷൻ നടക്കാൻ ചാൻസ് കൂടുതലുള്ള ആളായിരിക്കണം. ഇനി നമ്മൾ ഓപ്ഷനിലേക്ക് പോയി നോക്കുക. ആരൊക്കെയാണ് അവിടെ ഉള്ളത്? ആരൊക്കെയുള്ളത്? ഫെറസ് സൾഫേറ്റ് പറഞ്ഞാൽ അയണല്ലേ, Fe അല്ലേ? Feക്ക് കോപ്പറിനേക്കാളും റിഡക്ഷൻ നടക്കാനുള്ള ചാൻസ് കൂടുതലാണോ? അല്ല. Fe ഇവിടെയാണ്, കോപ്പർ ഇവിടെയാണ്. കോപ്പറിനാണ് റിഡക്ഷൻ നടക്കാനുള്ള ചാൻസ്. അപ്പോൾ കോപ്പർ ഒരിക്കലും ഫെറസ് സൾഫേറ്റ് ആണ് ഇവിടെ ഉള്ളതെങ്കിൽ കോപ്പറിന് ഒരിക്കലും ഓക്സിഡേഷൻ നടക്കില്ല. കോപ്പറിന് ഓക്സിഡേഷൻ നടക്കാഞ്ഞാൽ ബ്ലൂ കളർ ആവില്ല. കോപ്പറിന് റിഡക്ഷനെ അയേണ്ടപ്പോൾ കൂടെ റിയാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കോപ്പർ ഈ ഫെറസ് സൾഫേറ്റിലേക്ക് ഇട്ടാൽ സൊല്യൂഷൻ ബ്ലൂ കളർ ആവില്ല എന്ന് നമുക്ക് മനസ്സിലായി. 2, മെഗ്നീഷ്യം നൈട്രേറ്റ്. മെഗ്നീഷ്യം ഇവിടെയല്ലേ, മേലെയല്ലേ? കോപ്പർ ഇവിടെയല്ലേ? റിഡക്ഷൻ നടക്കാൻ ചാൻസ് മെഗ്നീഷ്യത്തിനേക്കാളും കൂടുതൽ കോപ്പറിനല്ലേ? അതുകൊണ്ട് ഒരിക്കലും മെഗ്നീഷ്യം കോപ്പറിനെ ഓക്സിഡൈസ് ചെയ്യൂല. അപ്പോൾ സൊല്യൂഷൻ നീല കളർ ആവില്ല. കോപ്പറിന് ഓക്സിഡേഷൻ ചെയ്യണമെങ്കിൽ കോപ്പറിനേക്കാളും റിഡക്ഷൻ നടക്കാൻ ചാൻസ് ഉള്ള ആളുമായിട്ടായിരിക്കണം. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. സിൽവർ ആണെങ്കിൽ സിൽവറിൻ്റെ റിഡക്ഷൻ നടക്കാനുള്ള ചാൻസ് കോപ്പറിനേക്കാളും കൂടുതലാണ്. അപ്പോൾ സിൽവറും കോപ്പറും തമ്മിലാണ്, സിൽവർ, ഗോൾഡ് അല്ല, സിൽവറിൻ്റെ റിഡക്ഷൻ നടക്കാനുള്ള ചാൻസ് കോപ്പറിനേക്കാളും കൂടുതലാണ്. ഇപ്പോൾ സിൽവറും കോപ്പറുമാണ്. സിൽവർ നൈട്രേറ്റ് ആണ് ഇവിടെ സൊല്യൂഷൻ എങ്കിൽ, AgNO3 ആണ് സൊല്യൂഷൻ എങ്കിൽ, കോപ്പർ ഇതിലേക്ക് ഇടുമ്പോൾ കോപ്പറിന് ഓക്സിഡേഷനും Ag+ന് റിഡക്ഷനും നടക്കും. കാരണം റിഡക്ഷൻ നടക്കാനുള്ള ചാൻസ് Agക്കാണ് കൂടുതൽ. അതിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം. സോ സിൽവർ നൈട്രേറ്റ് ആണെങ്കിലാണ് ഈ സംഭവം നടക്കുക. അവസാനത്തേക്ക് കോപ്പർ സൾഫേറ്റ്, രണ്ടും കോപ്പറാണ്. അപ്പോൾ ഇട്ട ആൾക്കോ മറ്റേ ആൾക്കോ യാതൊരു വ്യത്യാസം വരില്ല. അപ്പോൾ അതും റിയാക്ഷൻ നടക്കില്ല. അപ്പോൾ മൂന്നാമത്തേൽ മാത്രമാണ് കോപ്പർ ഇട്ടാൽ നീല കളറായിട്ട് സൊല്യൂഷൻ മാറുക. അതിന് കാരണം കോപ്പർ ഓക്സിഡേഷൻ നടന്ന് Cu2+ ആവുന്നു. അതുകൊണ്ടാണ് നീല കളർ വരുന്നത്. അപ്പോൾ അതിന് ബദലായിട്ട് അവിടെ ഒരാൾക്ക് റിഡക്ഷൻ നടക്കണം. അങ്ങനെ റിഡക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ കോപ്പറിനേക്കാളും റിഡക്ഷൻ നടക്കാൻ ചാൻസ് ഉള്ള ആളായിരിക്കണം സൊല്യൂഷനിൽ. അത് നമ്മൾ ഈ ഇലക്ട്രോ കെമിക്കൽ സീരീസ് വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കോപ്പറിനേക്കാളും റിഡക്ഷൻ നടക്കാൻ ചാൻസ് ഉള്ള ആൾ സിൽവറാണ്. അതുകൊണ്ട് ആ സൊല്യൂഷൻ എന്തായിരുന്നു? സിൽവർ നൈട്രേറ്റ് ആയിരുന്നു. ഓക്കെ, ദെൻ 10ാമത്തെ ക്വസ്റ്റ്യൻ. എ ബോക്സ് മെഷേഴ്സ് 10 സെൻറ്റിമീറ്റർ ഇൻറ്റു 11 സെൻറ്റിമീറ്റർ ഇൻറ്റു 10 സെൻറ്റിമീറ്റർ. അതിൻ്റെ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റാണ് പറഞ്ഞിട്ടുള്ളത്. അസ്യൂം ദാറ്റ് ദിസ് ബോക്സ് ഈസ് ഫിൽഡ് വിത്ത് നിയോൺ ഗ്യാസ്. നിയോൺ ഫിൽ ചെയ്തിട്ടുണ്ട് അറ്റ് 1 atm പ്രഷർ. ഒരു ATM പ്രഷറിൽ 273 Kelvin ടെമ്പറേച്ചർ. അപ്പോൾ 1 atm പ്രഷർ 273 Kelvin ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അത് STP ആണ്, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറാണ്. ഹൗ മെനി ഇലക്ട്രോൺസ് വിൽ ബി ദെയർ ഇൻ ദ ബോക്സ്? അങ്ങനെയാണെങ്കിൽ ആ ബോക്സിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും എന്നാണ് ചോദ്യം. ഇങ്ങനൊരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൻ്റെ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. എന്നിട്ട് ഇതിൽ 1 atm പ്രഷറിലും 273 Kelvin ടെമ്പറേച്ചറിലും നമ്മൾ നിയോൺ ഗ്യാസ് ഇതിൽ നിറച്ചിക്കുകയാണ്. ഓക്കെ, നിയോൺ ഗ്യാസാണ് നിറച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ മൊത്തം ഇലക്ട്രോൺസ് എത്രയായിരിക്കുന്ന? ഒരു നിയോണിന് എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? ഒരു നിയോൺ 10 ഇലക്ട്രോൺ ഉണ്ടാവും. കാരണം അറ്റോമിക് നമ്പർ അയാൾക്ക് 10 ആണ്. അതുകൊണ്ട് 10 ഇലക്ട്രോൺ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള മൊത്തം നിയോണിന് എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? അപ്പോൾ നമുക്ക് എത്ര മൊത്തം നിയോൺ എന്നറിയണം. അതിന് ഈ ബോക്സിൻ്റെ വോളിയം എത്രയെന്ന് അറിയണം. ബോക്സിൻ്റെ വോളിയത്തിൻ്റെ അത്ര തന്നെ ആയിരിക്കും ഏതൊരു ഗ്യാസും. നമ്മൾ ഏത് കണ്ടെയ്നർക്കാണോ ആഡ് ചെയ്യുന്നത്, ഏത് പാത്രത്തിലേക്കാണോ ആഡ് ചെയ്യുന്നത്, ആ ഗ്യാസിൻ്റെ വോളിയം പാത്രത്തിൻ്റെ വോളിയം തന്നെയായിരിക്കും. 1 ലിറ്റർ വോളിയമുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്യാസ് ഞാൻ കടത്തി വിട്ടാൽ ആ ഗ്യാസിൻ്റെ വോളിയം 1 ലിറ്ററാണ്.
ഇനി അതേ ഗ്യാസ് ഞാൻ 10 ലിറ്റർ വലിയൊരു ബോക്സിലേക്കാണ് കടത്തിയിട്ടെങ്കിലോ, അപ്പോൾ ആ ഗ്യാസിൻ്റെ വോളിയം 10 ലിറ്ററായി. അപ്പോൾ ഏതൊരു ഗ്യാസും ഏത് ബോക്സിലേക്കാണോ ഏത് പാത്രത്തിലേക്കാണോ നമ്മൾ എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ വോളിയം തന്നെയായിരിക്കും ഗ്യാസിൻ്റെ വോളിയം. അങ്ങനെയാണെങ്കിൽ വോളിയം നമുക്കറിയാലോ എങ്ങനെയാണ്, 10 സെൻറ്റിമീറ്റർ ഇൻറ്റു 11.2 സെൻറ്റിമീറ്റർ ഇൻറ്റു 10 സെൻറ്റിമീറ്റർ. ഇതങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പോൾ അയാളുടെ വോളിയായി. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എത്രയത്? 1120 സെൻറ്റിമീറ്റർ ക്യൂബാണ് അല്ലേ? 1120 സെൻറ്റിമീറ്റർ ക്യൂബാണ്. 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ് 1 ലിറ്റർ. 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ് 1 ലിറ്റർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എത്ര സെൻറ്റിമീറ്റർ? 1120 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര ലിറ്ററാ? അതുകൊണ്ട് 1120 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1.12 ലിറ്ററാണ് അല്ലേ? 1000 സെൻറ്റിമീറ്റർ ക്യൂബ് 1 ലിറ്ററിന് 3 പൂജ്യം മാറ്റി ഇവിടെ കുത്തിയിട്ടേ അല്ലേ? അതേപോലെ 3 സ്ഥാനം കണ്ട് മാറ്റി കുത്തിയാൽ 1.12 ലിറ്ററാണ് ഇത്രയും സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ നമുക്ക് വോളിയം കിട്ടി. 1.12 ലിറ്ററാണ് നിയോണിൻ്റെ വോളിയം എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി കേട്ടോ, അവോഗാഡ്രോ ലോ എന്ന് പറഞ്ഞൊരു ഗ്യാസിൻ്റെ ലോ ഉണ്ട്. അതുപ്രകാരം സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ 1 മോൾ ഗ്യാസ് ഏതും ആയിക്കോട്ടെ, നിയോണോ ആർഗണോ ഹീലിയോ ഹൈഡ്രജനോ ഏത് ഗ്യാസും 1 മോൾ ഞാൻ എടുത്തു. എന്നിട്ട് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കീപ്പ് ചെയ്താൽ അതിൻ്റെ വോളിയം 22.4 ലിറ്റർ ആയിരിക്കും എന്നത് അവോഗാഡ്രോ ലോയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയ സംഭവമാണ്. നമുക്ക് പിന്നീട് പഠിക്കാൻ പറ്റും. 22.4 ലിറ്റർ ഉണ്ടാവും. എങ്ങനെ? STPയിൽ 1 മോൾ എനി ഗ്യാസ്, 1 മോൾ ഓഫ് ഗ്യാസ് അറ്റ് STP, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, 1 മോൾ ഗ്യാസ് 22.4 ലിറ്റർ ഉണ്ടാവും നമുക്ക് മനസ്സിലായി. ഓക്കെ, 22.4 ലിറ്ററിൽ 1 മോൾ ഉണ്ടാവുമെങ്കിൽ അതിൻ്റെ നേരെ പകുതി 11.2 ലിറ്ററിൽ എത്ര മോൾ ഉണ്ടാവും? 11.2 ലിറ്ററിൽ എത്ര മോൾ ഉണ്ടാവും? 1 മോളിൻ്റെ പകുതി അര മോൾ, ഹാഫ് മോൾ, റൈറ്റ് അല്ലേ? ഹാഫ് മോൾ എന്ന് പറഞ്ഞാൽ എത്രയാ? 6.022 ഇൻറ്റു 10⁻23 പകുതി. 6.022 ഇൻറ്റു 10⁻23 പകുതി. അത്രയും പാർട്ടിക്കിൾ, അത്രയും ആറ്റംസ്, അതായിരിക്കും 11.2 ലിറ്ററിൽ ഉണ്ടാവുക. ഇതിൻ്റെ പകുതി പറഞ്ഞാൽ എത്രയാ? 3.011 ഇൻറ്റു 10⁻23 അല്ലേ ഇതിൻ്റെ പകുതി. അത്രയും ആറ്റംസ് ആണ് ഒരു ഗ്യാസിൻ്റെ ആറ്റാണ് 11.2 ലിറ്ററിൽ ഉണ്ടാവുക, റൈറ്റ്? ഇവിടെ ഇപ്പോൾ എത്ര ലിറ്ററാണ് ഉള്ളത്? 11.2 ലിറ്റർ ഉണ്ടാവും ഇല്ലല്ലോ. എത്രയുള്ളത്? 1.12 ലിറ്ററാണ്. 11.2 ലിറ്ററും 1.12 ലിറ്ററും തമ്മിലൊരു കണക്ഷൻ ഉണ്ടല്ലോ. ഒരു ഡെസിമൽ പോയിന്റ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയതല്ലേ അല്ലേ? അപ്പോൾ ഇവിടെ 1.12 ലിറ്ററിൽ എത്ര ആറ്റം ഉണ്ടാവും, എത്ര നിയോൺ ആറ്റം ഉണ്ടാവും എന്നതിൽ നിന്ന് നമുക്ക് കണ്ടൂടെ? 11.2 ലിറ്റർ ആണെങ്കിൽ ഇത്രയും ആറ്റം ഉണ്ടാവും നമുക്ക് മനസ്സിലായി. ആറ്റമാണ്, ഇലക്ട്രോണിലേക്ക് നമ്മൾ പോകാൻ വരുന്നതേ ഉള്ളൂ. ആറ്റം എത്ര ഉണ്ടാവും? 3.011 ഇൻറ്റു 10⁻23 ആറ്റംസ് ഉണ്ടാവും 11.2 ലിറ്ററിൽ. 1.1 ലിറ്ററിലോ 1.12 ലിറ്ററിലോ ഒരു പോയിന്റ് അങ്ങോട്ട് മാറൂലേ? ഒരു പോയിന്റ് അങ്ങോട്ട് പറഞ്ഞാൽ ഒരു 10ൻ്റെ ഇത് കുറയല്ലേ? ഒരു 10ൻ്റെ ഇത് കുറേ പറഞ്ഞാൽ 10⁻23 എന്നുള്ളത് 10⁻22 എന്നായി മാറും, റൈറ്റ്? അപ്പോൾ എത്രയാ? ഇതാ therefore 3.011 ഇൻറ്റു 10⁻22 ആറ്റംസ് ഉണ്ടാവും ഏതിൽ? 1.12 ലിറ്ററിൽ. ക്ലിയർ അല്ലേ? 1.12 ലിറ്ററിൽ 11.2 ലിറ്ററിൽ ഇത്രയും ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഡെസിമൽ പോയിന്റ്, ഒരു 10ൻ്റെ ഇത് കുറഞ്ഞാൽ ഒരു ഡെസിമൽ പോയിന്റ് ഇങ്ങോട്ട് മാറ്റി കുത്തിയാൽ 10⁻22 ആറ്റംസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ 1.12 ലിറ്ററിൽ എത്ര നിയോൺ ആറ്റങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി. 3.011 ഇൻറ്റു 10⁻22 ഉണ്ട്. ഒരു നിയോണിൽ എത്ര ഇലക്ട്രോൺസ് ഉള്ളത്? നമ്മളിവിടെ ഇലക്ട്രോൺ എത്ര ഉണ്ടെന്നാണ് ചോദ്യം. ഒരു നിയോണിൽ 10 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഇത്രയും നിയോൺ ആറ്റങ്ങളിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? ഇത് ഇൻറ്റു 10. സോ 3.011 ഇൻറ്റു 10⁻22 ഇൻറ്റു 10 അത്രയും ഇലക്ട്രോൺസ് ഉണ്ടാവും. അതെത്രയാ? ഇതതിലേക്ക് ആഡ് ചെയ്താൽ 3.011 ഇൻറ്റു 10⁻23 ഇലക്ട്രോൺസ്. ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്?
ഒറ്റ കാര്യമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. എനി ഗ്യാസ് അറ്റ് STP 1 മോൾ എടുത്താൽ, അഥവാ അവോഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ആ ഗ്യാസിൻ്റെത് എടുത്താൽ, അല്ലെങ്കിൽ അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആ ഗ്യാസിൻ്റെത് എടുത്താൽ, അതിൻ്റെ വോളിയം 22.4 ലിറ്റർ ആയിരിക്കും എന്ന കാര്യമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. നമ്മളിവിടെ വോളിയം വെച്ച് നോക്കിയപ്പോൾ 1.12 ലിറ്റർ ആണെന്ന് കിട്ടി. 11.2 ലിറ്റർ ആണെങ്കിൽ അര മോളാണ് ഉണ്ടാവുക. അര മോൾ പറഞ്ഞാൽ 3.011 × 10⁻23. നമുക്കുള്ളത് 1.12 ആണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കണ്ടെത്തി 3.001 × 10⁻22 നിയോൺ ആറ്റങ്ങളാണ് ഇവിടെ ഉള്ളത്. അവരുടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? ഒരു നിയോണിന് 10 ഇലക്ട്രോൺ ആയതുകൊണ്ട് ഇത് × 10. അങ്ങനെ വരുമ്പോൾ 3.011 × 10⁻23 ഇലക്ട്രോൺസ് ഉണ്ടാവും. ദാറ്റ് ഈസ് ദ ആൻസർ. ഇതാണ് ഓപ്ഷൻ 2. Question number 11. Which of the following sets contain molecules with double or triple bond? താഴെ തന്ന സെറ്റ്സിൽ ഏതിനൊക്കെയാണ് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വരുന്നത്? ഏതിലാണ് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് വരുന്നത്? ഏതാണ്? നമ്മൾ ബോണ്ട് എങ്ങനെയാണ് കാണുക? അപ്പോൾ നോക്കൂ, ഓപ്ഷൻ എ ഹൈഡ്രജൻ ഒരൊറ്റ ഇലക്ട്രോൺ ആണുള്ളത്. അത് അടുത്തൊരു ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്തിട്ടാണ് H2 മോളിക്യൂൾ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 ഇലക്ട്രോണും കൂടി ഷെയർ ചെയ്ത് ഒരു ബോണ്ടാണ് ഇവർക്കിടയിൽ ഉണ്ടാവുക. സിംഗിൾ ബോണ്ടാണ് ഹൈഡ്രജൻ ആറ്റങ്ങൾക്കിടയിൽ ഉണ്ടാവുക. ഇനി നോക്കൂ, Br2 ബ്രോമിൻ്റെ വാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോണാണ്. ഒക്റ്ററ്റ് നേടുക എന്നുള്ള ആവശ്യത്തിനാണ് ഇവർ ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുന്നത്. 7 ഇലക്ട്രോണിൽ ഒരു ഇലക്ട്രോൺ ഈ ബ്രോമിനും അടുത്തൊരു ഇലക്ട്രോൺ അടുത്ത ബ്രോമിനും കൂടെ ഷെയർ ചെയ്യും. അങ്ങനെ ഈ 2 ഇലക്ട്രോണിൻ്റെ ഷെയറിങ്ങിലൂടെ ഇവർക്കിടയിൽ ഒരു ബോണ്ട് ഉണ്ടാവും. 2 ഇലക്ട്രോൺസ് മാത്രമാണ് ഷെയർ ചെയ്തതെങ്കിൽ, 2 ഇലക്ട്രോൺ അഥവാ ഒരു പെയർ ഓഫ് ഇലക്ട്രോണാണ് ഷെയർ ചെയ്തതെങ്കിൽ അവിടെ സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ ബ്രോമിനിടയിലും സിംഗിൾ ബോണ്ടാണ്. H2 എന്ന് പറഞ്ഞാൽ ഓക്സിജൻ സെൻറ്ററിൽ 2 എൻഡിലും ഹൈഡ്രജനാണ് H2O. ഓക്സിജൻ്റെ വാലൻസ് ഷെല്ലിൽ 6 ഇലക്ട്രോണാണുള്ളത്. അയാൾക്ക് ഒക്റ്ററ്റ് കിട്ടണമെങ്കിൽ 8 ഇലക്ട്രോൺ കിട്ടണം. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോൺ ഒരു ഹൈഡ്രജനേറ്റും അടുത്തൊരു ഇലക്ട്രോൺ അടുത്ത ഹൈഡ്രജനേറ്റും ഷെയർ ചെയ്യും. അപ്പോൾ ഇതാ ഇവിടെ ഒരു സിംഗിൾ ബോണ്ടും ഇവിടെ ഒരു സിംഗിൾ ബോണ്ടും ഉണ്ടാവും. H2O അങ്ങനെയാണ് വരിക. അപ്പോൾ ഇവിടെയും ഡബിൾ ബോണ്ട് വരുന്നില്ല, സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അയാൾക്കും ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വരുന്നില്ല. NH3 നൈട്രജനാണ് സെൻട്രൽ ആറ്റം, ഹൈഡ്രജൻ ചുറ്റുമുണ്ട്. നൈട്രജൻ 5 ഇലക്ട്രോൺസ് ആണുള്ളത്. ആ 5 ഇലക്ട്രോൺ 8 ആക്കാൻ അയാൾ എന്ത് ചെയ്യും? ഓരോ ഇലക്ട്രോൺ ഓരോ ഹൈഡ്രജനായിട്ട് അങ്ങ് ഷെയർ ചെയ്യും. ഹൈഡ്രജൻ്റെ ഓരോ ഇലക്ട്രോണും കൂടി കൂടുമ്പോൾ ഇയാൾക്ക് 8 ആയി, ഒക്റ്ററ്റ് കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞ ഒക്റ്ററ്റ് കിട്ടാൻ വേണ്ടിയുള്ള പരിപാടി. അങ്ങനെ വരുമ്പോൾ ഇത് ഒരു ബോണ്ടായി, ഇതൊരു ബോണ്ടായി, ഇതൊരു ബോണ്ടായി. ഇതാണ് NH3. അവിടെയും സിംഗിൾ ബോണ്ടുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ എയിൽ ഒറ്റ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വരുന്നില്ല. ഇനി അടുത്ത് നോക്കൂ, F2 Br2 പോലെ തന്നെ ഫ്ലൂറിൻ 7 ഇലക്ട്രോൺ ആണുള്ളത്. അതിൽ 1 ഇലക്ട്രോൺ വീതം തമ്മിൽ ഷെയർ ചെയ്തു. ഒറ്റ ബോണ്ടാണ് 2 ആൾക്കാർക്കും ഇടയിൽ ഉണ്ടാവുക, സിംഗിൾ ബോണ്ട് മാത്രം. O2 നോക്കിയേ, 2 ഓക്സിജൻ ആറ്റങ്ങളാണ്. 2 പേർക്കും 6 ഇലക്ട്രോൺസ് ആണുള്ളത്. ആ 6 ഇലക്ട്രോൺ 8 ആക്കാൻ ഇവരെന്ത് ചെയ്യും? ഈ 2 ഇലക്ട്രോൺ ഓക്സിജൻ്റെ ഇത് കൊടുക്കും, ഈ 2 ഇലക്ട്രോൺ ഇയാൾ കൊടുക്കും. അങ്ങനെ 2 പേരും 8 ഇലക്ട്രോൺ വീതാക്കും. അങ്ങനെ വരുമ്പോൾ ഇവിടെ എത്ര ഇലക്ട്രോൺസ് ഷെയർ ചെയ്തു? ഒരു പെയർ, 2 പെയർ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത് ഡബിൾ ബോണ്ടാണ്. സോ ഓക്സിജനും ഇടയ്ക്ക് ഡബിൾ ബോണ്ടാണ്. 2 പെയർ ഇലക്ട്രോൺ അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് വരുന്ന ഒരു ഓപ്ഷൻ കിട്ടി. ഏതാ? ബിയിൽ ഡബിൾ ബോണ്ട്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് അടുത്തതെന്ന്. കാർബൺ സെൻട്രൽ ആറ്റം, 2 ഓക്സിജൻ ഉണ്ട്. ഓക്സിജന് നിങ്ങൾക്കറിയാം 6 ഇലക്ട്രോണാണുള്ളത്. 8 കിട്ടണമെങ്കിൽ ഈ കാർബണിൽ നിന്ന് 2 ഇലക്ട്രോൺ ഷെയർ ചെയ്യണം. അടുത്ത ഓക്സിജനും അങ്ങനെ തന്നെ 6 ഇലക്ട്രോൺ ഉണ്ട്. അയാൾക്ക് 8 കിട്ടണമെങ്കിൽ കാർബണിൽ നിന്ന് അയാളും 2 ഇലക്ട്രോൺ ഷെയർ ചെയ്യണം. കാർബൺ മൊത്തം 4 ഇലക്ട്രോണാണ് വാലൻസ് ഷെല്ലിൽ. അങ്ങനെ വരുമ്പോൾ നോക്കി, ഇതാ ഇയാൾക്ക് 8ആയി, ഇയാൾക്കും 8ആയി. ഷെയർ ചെയ്ത ഇലക്ട്രോൺസ് കാർബണും കൂടെ ഉള്ളതാണ്. അപ്പോൾ അയാൾ നോക്കിയാൽ അയാൾക്കും 8ആയി. അപ്പോൾ എല്ലാവരും ഒക്റ്ററ്റായി. ഓക്കെ, ഇനി ഷെയർ ചെയ്ത ഇലക്ട്രോൺസ് വെച്ച് ബോണ്ട് നോക്കിക്കോ. ഇതൊരു പെയർ, അപ്പോൾ ഒരു ബോണ്ട്. ഇത് അടുത്ത പെയർ, ഡബിൾ ബോണ്ട്. അതേപോലെ ഇങ്ങോട്ടും ഇവിടെയും ഡബിൾ ബോണ്ട്. അപ്പോൾ ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടാണ് ഏതും? കാർബൺ ഡൈ ഓക്സൈഡും. Cl2 Br2 F2 ഒക്കെ പോലെ തന്നെ സിംഗിൾ ബോണ്ട് ആയിരിക്കും. ഹാലജൻ അല്ലേ, അതേപോലെ തന്നെയാണ് വാലൻസി ഉണ്ടാവുക. അപ്പോൾ അയാൾക്കും സിംഗിൾ ബോണ്ട്. അപ്പോൾ ഡബിൾ ബോണ്ട് 2 വരുന്നുണ്ട് ബി എന്ന ഓപ്ഷനിൽ. O2 ഉണ്ട്, CO2 ഉണ്ട്. അപ്പോൾ അത് പിക്ക് ചെയ്യാം. നമ്മളോട് ചോദിച്ചത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ, ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബി നമുക്ക് ചൂസ് ചെയ്യാം, അതിൽ ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. അടുത്ത സി നോക്കിയേ, സിയിൽ ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ഡബിൾ ബോണ്ട് വരുന്നതാണ് നമ്മൾ കണ്ടല്ലോ. പിന്നെ അതിൽ രണ്ടാമത്തെ ആരാ? N2 ആണ്. N2 എന്ന് പറഞ്ഞാൽ എന്താ? N2 പറഞ്ഞാൽ 5 ഇലക്ട്രോൺസ് ആണ് ഒരു നൈട്രജൻ ഉള്ളത്. അയാൾ അടുത്തൊരു നൈട്രജനുമായിട്ടാണ് ബോണ്ട് ചെയ്യുന്നത്. അപ്പോൾ 2 പേർക്കും 8 കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവർ 3 വീതം ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യണം. 5 ഇലക്ട്രോണുള്ള ഒരു നൈട്രജൻ, 5 ഇലക്ട്രോണുള്ള അടുത്ത നൈട്രജൻ. ഇവർ 3 വീതം ഇലക്ട്രോണിനെ ഷെയർ ചെയ്താൽ
അവർക്ക് 8 ഇലക്ട്രോണായി. അപ്പോൾ ഇലക്ട്രോൺ പെയേഴ്സ് എത്ര ഷെയർ ചെയ്തത്? 1 ഒരു ബോണ്ട്, രണ്ടാമത്തെ പെയർ രണ്ടാമത്തെ ബോണ്ട്, മൂന്നാമത്തെ പെയർ മൂന്നാമത്തെ ബോണ്ട്. ട്രിപ്പിൾ ബോണ്ടാണ് നൈട്രജനിൽ വരുന്നത്. N2 അപ്പോൾ ട്രിപ്പിൾ ബോണ്ടായി. അപ്പോൾ നമുക്ക് അതും പിക്ക് ചെയ്യാം, ബിയും സിയും പിക്ക് ചെയ്യാം. പിന്നെ H2NH3 നമ്മൾ നേരത്തെ കണ്ട സിംഗിൾ ബോണ്ട് മാത്രമാണ്. ഡിയിലെല്ലാം സിംഗിൾ ബോണ്ടാണ്. NH3 Cl2 CH4 കാർബണിൻ്റെ 4 ഇലക്ട്രോൺ 4 ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ ഓരോന്നും സിംഗിൾ ബോണ്ടായിരിക്കും. അതേപോലെ തന്നെ CCl4. അപ്പോൾ അതൊക്കെ സിംഗിൾ ബോണ്ടാണ്. ഇപ്പോൾ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വരുന്ന 2 ഓപ്ഷൻ ഇതാണുള്ളത്, ബിയും സിയും ആണുള്ളത്. ബി ആൻഡ് സി വരുന്ന ഓപ്ഷൻ ഏതാ? 2. ഓക്കെ. അപ്പോൾ വാലൻസി നോക്കിയിട്ട് അതിനനുസരിച്ച് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുമ്പോൾ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ആണ് ഷെയർ ചെയ്തതെങ്കിൽ ഒക്റ്ററ്റ് നേടാൻ വേണ്ടിയിട്ട്, ഓക്കെ, ഒക്റ്ററ്റ് നേടാൻ വേണ്ടി ഇലക്ട്രോണിനെ ഷെയർ ചെയ്യാണ് വാലൻസി ബേസ് ചെയ്തിട്ട്. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോൺ പെയർ ആണ് 2 പേർക്കിടയിൽ ഷെയർ ചെയ്തതെങ്കിൽ സിംഗിൾ ബോണ്ട്, 2 ഇലക്ട്രോൺ പെയർ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡബിൾ ബോണ്ട്, 3 ഇലക്ട്രോൺ പെയർ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രിപ്പിൾ ബോണ്ട്. അത് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോന്നിൻ്റെയും സ്ട്രക്ചർ ഒന്ന് വരച്ച് നോക്കിയതാണ്, എങ്ങനെയാണ് ബോണ്ടിങ് എന്ന് നോക്കിയതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ബിയിൽ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിനും ഡബിൾ ബോണ്ട് ഉണ്ടെന്ന് മനസ്സിലായി. സി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കാർബൺ ഡൈ ഓക്സൈഡിനും നൈട്രജനും N2-നും കാർബൺ ഡൈ ഓക്സൈഡിൽ ഡബിൾ ബോണ്ടും N2-ൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് വരുന്ന പെയർ ബി ആൻഡ് സി ആണ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 12. ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് വെൻ മാംഗനീസ് ഡയോക്സൈഡ് ഈസ് ട്രീറ്റഡ് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് മാംഗനീസ് ഡയോക്സൈഡ് ട്രീറ്റ് ചെയ്താൽ എന്ത് ഗ്യാസ് ആണ് വരിക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എഴുതി വെക്കണം. മാംഗനീസ് ഡയോക്സൈഡ് MnO2 പ്ലസ് HCl. ഇവിടെ ഇപ്പോൾ ചാൻസ് മാംഗനീസ് ഇവിടുത്തെ ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ചെയ്യാൻ ചാൻസ് ഇല്ല, കാരണം ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഏറ്റവും കൂടുതൽ ക്ലോറിനാണ്. അപ്പോൾ മാംഗനീസും ക്ലോറിനും തമ്മിൽ ബോണ്ട് ചെയ്യാം. അങ്ങനെ ഉണ്ടാകുന്ന കോമ്പൗണ്ട് MnCl2 ആണ്. MnCl ഉണ്ടാവില്ല, കാരണം വാലൻസി ബേസ് ചെയ്തുകൊണ്ട്. MnCl2 ആണ്. MnCl2 എഴുതണമെങ്കിൽ ഇവിടെ അറ്റ്ലീസ്റ്റ് 2 HCl എടുക്കേണ്ട, അപ്പോഴല്ലേ 2 Cl വരുള്ളൂ. അപ്പോൾ 2 HCl എടുത്താൽ ഇനി ബാക്കിയുള്ളത് ഹൈഡ്രജനും ഓക്സിജനുമാണ്. ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ കമ്പൈൻ ചെയ്താൽ ഫോം ചെയ്യുന്നത് H2O അല്ലേ. അപ്പോൾ H2O എന്ന് എഴുതുമ്പോൾ 2 ഹൈഡ്രജനും 1 ഓക്സിജനേ വന്നിട്ടുള്ളൂ. ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്. അത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണ്ടി വരും? 2 ഓക്സിജൻ എന്ന് വരണമെങ്കിൽ 2H2O എന്ന് എഴുതേണ്ടി വരും. 2H2O എന്ന് എഴുതുമ്പോൾ 4 ഹൈഡ്രജൻ വന്നു. 4 ഹൈഡ്രജൻ വരണമെന്നുണ്ടെങ്കിൽ HClന്റെ മുമ്പിൽ 4 എന്ന് ഇടേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഇത് 2 ഓക്കെ. MnCl2 അപ്പോൾ 2 Cl, പിന്നെ ഒരു Mn. ഓക്കെ. ഓക്സിജൻ 2, 4 ഹൈഡ്രജൻ, 2H2O. ഇനി ബാക്കി എന്തുണ്ട്? ബാക്കി 2 ക്ലോറിൻ ഉണ്ട്. 4 ക്ലോറിൻ ഇല്ല, ഇവിടെ അതിൽ 2 എണ്ണല്ലേ വന്നിട്ടുള്ളൂ. 2 ക്ലോറിനും കൂടി ഉണ്ട്. ദാറ്റ് 2 ക്ലോറിൻ വിൽ ബി ഫോം Cl2. Cl2 എന്ന് പറഞ്ഞാൽ ഗ്യാസ് ആണ്. അതാണ് ഇവിടെ വരിക. ഈ ഗ്യാസ് ആണ് ഇവിടുത്തെ ആൻസർ. സോ മാംഗനീസും HClഉം റിയാക്ട് ചെയ്താൽ മാംഗനീസ് ക്ലോറൈഡ് MnCl2ഉം മാംഗനസ് ക്ലോറൈഡ് അല്ലേ MnCl2ഉം H2Oയും Cl2 ഉണ്ടാവുന്ന ഗ്യാസ് ഏത് എന്നാണ് ചോദ്യം. ആൻസർ ക്ലോറിൻ എന്നതാണ് ആൻസർ. Cl2 is the answer. Option 1. Which of the following statements are not correct? ശരിയല്ലാത്തത് ഏതാണ്? Isobars are atoms of same elements. Isotopes are atoms of different elements. Isotones are atoms of same element. Isotones are atoms of different element. വളരെ സിമ്പിളാണ്. എന്താണ് ഐസോബാർ, ഐസോടോപ്പ്, ഐസോട്ടോൺ എന്ന് മനസ്സിലാക്കിയാൽ മതി അല്ലേ. എന്താണ് ഐസോടോപ്പ്? ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ ഒരേ ആറ്റത്തിൻ്റെ ഒരേ എലമെൻറ്റിൻ്റെ മാസ് നമ്പറിൽ വ്യത്യാസമുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഐസോടോപ്സ് എന്ന് പറയാം. ഒരേ എലമെൻറ്റ് പക്ഷെ വ്യത്യസ്ത മാസ് നമ്പർ, അതായത് ആറ്റോമിക് നമ്പർ സെയിമും വ്യത്യസ്ത മാസ് നമ്പർ ഉള്ളവരെയാണ് നമ്മൾ ഐസോടോപ്പ് എന്ന് പറയാം. അപ്പോൾ അത് ഒരേ എലമെൻറ്റിൻ്റെയാണ്. ഐസോടോപ്സ് അപ്പോൾ സെയിം എലമെൻറ്റിൻ്റെയാണ്, റൈറ്റ്. ഇനി ഐസോബാർസ് എന്ന് പറഞ്ഞാൽ എന്താ? ഐസോബാർ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത എലമെൻറ്റുകളുടെ ഐസോടോപ്പാണ്. ആ ഐസോടോപ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ XY എന്ന് പറഞ്ഞാൽ 2 എലമെൻറ്റ്, അവരുടെ 2 ഐസോടോപ്പ്. ആ 2 ഐസോടോപ്സിനും മാസ് നമ്പർ സെയിം ആയിരിക്കും, ഈക്വൽ മാസ് നമ്പർ, പക്ഷേ അറ്റോമിക് നമ്പർ വ്യത്യാസം. അത്തരത്തിലുള്ളവരെയാണ് നമ്മൾ എന്ത് പറയുക? ഐസോബാർസ് എന്ന് പറയുക. അറ്റോമിക് നമ്പർ വ്യത്യാസം പറഞ്ഞാൽ എലമെൻറ്റ് വ്യത്യാസമായില്ലേ. സോ ഡിഫറെൻ്റ് എലമെൻറ്റിനാണ് ഐസോബാർസ് ഉണ്ടാവുക. അവരിൽ എന്താ സിമിലാരിറ്റി ഉണ്ടാവുക? മാസ് നമ്പർ സെയിം ആയിരിക്കും എന്നുള്ളതാണ്. എലമെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ഐസോടോൺസ് എന്ന് പറഞ്ഞാലോ, ഐസോടോൺസിൻ്റെ പ്രത്യേകത എന്താ? ഐസോടോൺസിൽ എലമെൻറ്റ് വ്യത്യാസമായിരിക്കും. അവരിൽ ആകെയുള്ള സിമിലാരിറ്റി എന്താണെന്ന് വെച്ചാൽ 2 എലമെൻറ്റിലെയും ന്യൂട്രോൺസിൻ്റെ എണ്ണം സെയിം ആയിരിക്കും. ഓക്കെ. XY എന്ന് പറഞ്ഞാൽ 2 എലമെൻറ്റ്,
അപ്പോൾ തന്നെ രണ്ട് എലമെൻ്റ് പറഞ്ഞാൽ ആറ്റോമിക് മാസ് വ്യത്യാസമായില്ലേ, സോറി ആറ്റോമിക് നമ്പർ വ്യത്യാസമായില്ലേ. ആറ്റോമിക് നമ്പർ വ്യത്യാസം വന്നാൽ പ്രോട്ടോണിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വന്നില്ലേ. പക്ഷേ രണ്ടുപേരുടെ ന്യൂട്രോണിൻ്റെ എണ്ണം സെയിം ആവുക. അത്രക്കാരെയാണ് നമ്മൾ എന്ത് പറയുക, ഐസോട്ടോൺസ് എന്ന് പറയാം. അപ്പോൾ നമ്മളോട് ചോദിച്ചത് ഇനി ഓപ്ഷനിലേക്ക് വരും, ഐസോബാർസ് ആർ ആറ്റംസ് ഓഫ് സെയിം എലമെൻറ്റ്. നോ, ഐസോബാർസ് എപ്പോഴും ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആണ്. ഐസോബാർസ് എന്തായാലും സെയിം ആയിട്ട് വരുന്നത് എന്താണ്, അവരുടെ മാസ് നമ്പർ സെയിം ആണ്. അപ്പോൾ എ എന്ന് പറഞ്ഞത് നോട്ട് കറക്റ്റാണ്, സെയിം എലമെൻസിൻ്റെ അല്ല എ. അപ്പോൾ അത് വന്നു. ഇനി അടുത്ത് നോക്കുക നമ്മൾ, ഐസോടോപ്സ് ആർ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്. നോ, ഐസോടോപ്സ് എന്താണ്, ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ ഒരേ ആ എലമെൻറ്റിൻ്റെ തന്നെ മാസ് നമ്പർ വ്യത്യാസമുള്ളവരാണ്. അപ്പോൾ എലമെൻറ്റ് സെയിം ആണ്, ഡിഫറെൻറ്റ് എലമെൻറ്റ് എന്ന് അവിടെ പറഞ്ഞത്. അപ്പോൾ അതും തെറ്റാണ്, ബിയും തെറ്റാണ്. അപ്പോൾ അതും നമുക്ക് പിക്ക് ചെയ്യാം. സി, ഐസോട്ടോൺസ് ആർ ആറ്റംസ് ഓഫ് സെയിം എലമെൻറ്റ്സ് ആണോ, അല്ല, അതും തെറ്റാ. ഡിഫറെൻ്റ് എലമെൻറ്റിലെ അറ്റോമിക് മാസ് അല്ല പ്രശ്നം, പിന്നെ ഡിഫറെൻ്റ് എലമെൻറ്റിലെ ന്യൂട്രോൺസിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുള്ളവരാണ് ന്യൂട്രോൺസിൻ്റെ എണ്ണം സെയിം ഉള്ളവർ. ഡിഫറെൻ്റ് എലമെൻറ്റ് ന്യൂട്രോണിൻ്റെ എണ്ണം സെയിം ഉള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഐസോട്ടോൺസ് എന്ന് പറയുക. അപ്പോൾ അവിടെയും സെയിം എലമെൻ്റ് അല്ല, ഡിഫറെൻ്റ് എലമെൻ്റ് ആണ്. അപ്പോൾ സിയും തെറ്റാണ്. ഇനി ഡി നോക്കിയേ, ഐസോട്ടോൺസ് ആർ ആറ്റംസ് ഓഫ് ഡിഫറെൻ്റ് എലമെൻറ്റ്സ്. ദാറ്റ് ഈസ് റൈറ്റ്. ഡിഫറെൻ്റ് എലമെൻറ്റുകളിലെ ന്യൂട്രോണിൻ്റെ എണ്ണം ഈക്വൽ ആയിട്ടുള്ളവരെയാണ് ഐസോട്ടോൺസ് എന്ന് പറയാം. അപ്പോൾ ഡി മാത്രമാണ് ശരി, എയും ബിയും സിയും തെറ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഓപ്ഷൻ വരുന്നത് ഏതാ, എ ബി ആൻഡ് സി എന്ന് വരുന്നത് ഓപ്ഷൻ 3 ആണ്. 13ാമത്തത് ഓപ്ഷൻ 3. 14ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ടർ ഈസ് എ കോമ്പൗണ്ട് വിത്ത് റിലേറ്റീവ്ലി ലോ മോളിക്കുലർ മാസ്. വാട്ടർ ഒരു കോമ്പൗണ്ടാണ്, മോളിക്കുലർ മാസ് വളരെ കുറവാണ്. ബട്ട് ഇറ്റ് എക്സിസ്റ്റ് ആസ് ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. പക്ഷെ അത് റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. എന്തുകൊണ്ട്? നമുക്കറിയാം, സോളിഡ് ആണെങ്കിൽ മോളിക്യൂൾസ് വളരെ അടുത്താണ്, അഥവാ മോളിക്യൂളുകൾക്കിടയിൽ നല്ല അട്രാക്ഷൻ ഉണ്ടാവും. അതിനേക്കാളും കുറച്ച് അട്രാക്ഷൻ കുറഞ്ഞാൽ, അഥവാ അട്രാക്ഷൻ ഉണ്ട് പക്ഷേ സോളിഡിൻ്റെ അത്ര ഇല്ല, അവരെയാണ് നമ്മൾ ലിക്വിഡ് എന്ന് പറയുക. മോളിക്യൂളുകൾക്കിടയിൽ ഒരു അട്രാക്ഷനും ഇല്ലാത്തവരാണ് പിന്നെ ഗ്യാസസ്, റൈറ്റ്? അത് നമുക്കറിയാലോ. അപ്പോൾ ഇവിടെ H2O ലിക്വിഡ് ആണെന്ന് പറഞ്ഞാൽ, അതായത് H2O മോളിക്യൂളുകൾക്കിടയിൽ ഒരു ചെറിയ അട്രാക്ഷൻ ഉണ്ട്. H2O മോളിക്യൂളുകൾക്കിടയിൽ ഒരു ചെറിയ അട്രാക്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് ആ അട്രാക്ഷൻ? ആ അട്രാക്ഷൻ ഇതാണ്, നോക്കിക്കോ. ഈ ഓക്സിജനും ഹൈഡ്രജനും, ഓക്സിജനും മോർ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉണ്ടായതുകൊണ്ട് ഇയാളുടെ മേലൊരു ഡെൽറ്റ, ഒരു സ്മോൾ നെഗറ്റീവ് ചാർജും ഇയാളുടെ മേലൊരു സ്മോൾ പോസിറ്റീവ് ചാർജും ഉണ്ടാവും, അല്ലേ? അതേപോലെ അടുത്ത മോളിക്യൂളിലെ ഓക്സിജന് മേലെയും നെഗറ്റീവ് ചാർജും ഹൈഡ്രജന് മേലെ ചെറിയ പോസിറ്റീവ് ചാർജും ഉണ്ടാവും. അങ്ങനെയുള്ള മോളിക്യൂൾസ് അടുത്ത് വരുമ്പോൾ ഈ പോസിറ്റീവ് ചാർജുള്ള ഹൈഡ്രജനും അടുത്ത മോളിക്യൂളിലെ നെഗറ്റീവ് ചാർജുള്ള ഓക്സിജനും തമ്മിലൊരു അട്രാക്ഷൻ വരും. ഈ അട്രാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേര് ഹൈഡ്രജൻ ബോണ്ട് എന്നാണ്. എന്താ വിളിക്കുക? ഹൈഡ്രജൻ ബോണ്ട്. ഈ ഹൈഡ്രജൻ ബോണ്ട് പോസിബിളാണ്. അതേപോലെ ഇവിടേക്ക് വരും, ഇവിടെ ഉണ്ട് ഡെൽറ്റ പോസിറ്റീവ് ചാർജ്, അടുത്തൊരു വാട്ടർ മോളിക്യൂളിലെ ഓക്സിജനുമായിട്ട് ആ ഓക്സിജന് മേലെ ഡെൽറ്റ നെഗറ്റീവ്. ഡെൽറ്റ കൊടുക്കണം എന്തിനാ? പാർഷ്യൽ, ചെറിയ ചാർജ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഓക്സിജനും ഈ ഹൈഡ്രജനും തമ്മിലൊരു അട്രാക്ഷൻ വരും. അങ്ങനെ ഓരോ വാട്ടർ മോളിക്യൂളും അടുത്ത വാട്ടർ മോളിക്യൂളുമായിട്ട് ഇതേ രൂപത്തിൽ ബോണ്ട് ചെയ്തിരിക്കും. ആ ബോണ്ട് കാരണമാണ് ഇവർ അടുത്തടുത്ത് നിൽക്കുന്നത്. ആ ബോണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രജൻ ബോണ്ട്. ആ കാരണം കൊണ്ടാണ് വാട്ടർ റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആവുന്നത്, കാരണം അവർക്കിടയിൽ ഒരു അട്രാക്ഷൻ ഉണ്ട്. ഓക്കെ, ആ അട്രാക്ഷൻ ഒന്നുകൂടി കൂടും ടെമ്പറേച്ചർ കുറച്ചാൽ, അപ്പോഴാണ് വാട്ടർ ഐസായി മാറുക. അപ്പോൾ ഇവർക്കിടയിലെ ഈ അട്രാക്ഷൻ ഫോഴ്സിനെ വിളിക്കുന്ന പേര് ഹൈഡ്രജൻ ബോണ്ട് എന്നാണ്. ഈ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടായതുകൊണ്ടാണ് ഇവർ റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആയിട്ടുള്ളത്. ഓപ്ഷൻ നോക്കിയേ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? വാട്ടർ മോളിക്യൂൾസ് ഹാവ് ആംഗുലാർ ജോമെട്രി, അതുകൊണ്ടൊന്നും ആൾ ലിക്വിഡ് ആവില്ല. സംഭവം ശരിയാണ്, പക്ഷേ ആ കാരണം കൊണ്ട് ആൾ ലിക്വിഡ് ആവില്ല. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഈസ് ലെസ്. അല്ല, ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഹൈ ആണ്. വാട്ടർ മോളിക്യൂൾസ് ആർ അസോസിയേറ്റഡ് ത്രൂ ഹൈഡ്രജൻ ബോണ്ടിങ്. ദാറ്റ് ഈസ് ദ ആൻസർ. വാട്ടർ മോളിക്യൂൾ ആർ അസോസിയേറ്റഡ് ത്രൂ ഹൈഡ്രജൻ ബോണ്ടിങ്. അതുകൊണ്ടാണ് വാട്ടർ മോളിക്യൂൾ ലിക്വിഡ് സ്റ്റേറ്റിൽ വാട്ടർ നിൽക്കുന്നത്. വാട്ടർ ഈസ് യൂണിവേഴ്സൽ സോൾവെൻറ്റ്. അതൊന്നും ഈ പറഞ്ഞ കാര്യത്തിന് കാരണമല്ല. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 15. What is the number of s electrons present in the chromium atom? ക്രോമിയം ആറ്റത്തിലെ എസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയാണെന്ന ചോദ്യം. ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പറും തന്നിട്ടുണ്ട്, 24ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 24 അറ്റോമിക് നമ്പർ ഉള്ള ആളെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കിയാൽ മതി. 1s2 അല്ലേ, 2s2, 2p6, ഇപ്പോൾ എത്രയായി? 10ആയി. 3s2, 3p6, ഇപ്പോൾ എത്രയായി? 18ആയി. 24 ഉള്ളത്.
അപ്പോൾ ഇനി എത്രയും കൂടി വേണം? 6 കൂടി വേണം. 3p6 കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏതാ? 4s2. ഇനി എത്രയുള്ളത്? 6 കൂടി വേണ്ടത് 3d4, റൈറ്റ് അല്ലേ? അപ്പോൾ ഇതിനെ 3d എന്നുള്ള ഷെല്ല് നമ്പർ ചെറുതല്ലേ, 4നേക്കാളും ചെറുതല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുമെങ്കിലും എഴുതുമ്പോൾ 3d ഉള്ളിലേക്ക് എഴുതുക. അതായത് ഇങ്ങനെ എഴുതുക 3d4 4s2 ഇങ്ങനെ എഴുതുക. ഇനി ഒരു കാര്യം കൂടെ, ഡി ഓർബിറ്റൽ 5 ഞങ്ങളോട് പറഞ്ഞല്ലോ. 5 ഓർബിറ്റൽസ് ആണ് ഡി സബ്ഷെല്ലിൽ ഉണ്ടാവുക. ഓരോ ഓർബിറ്റലിലും ഓരോ ഇലക്ട്രോൺസ് എത്തുക എന്ന് പറഞ്ഞാൽ, അഥവാ ഹാഫ് ഫിൽഡ് ആവുക എന്ന് പറഞ്ഞാൽ, ഒരു ഓർബിറ്റലിൽ മുഴുവൻ ഫിൽ ആവുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ഇലക്ട്രോൺ ആണ്. ഒരു ഓർബിറ്റലിൽ ഹാഫ് ഫിൽ ആവുക എന്ന് പറഞ്ഞാലോ 1 ഇലക്ട്രോൺ ആണ്, റൈറ്റ്? അങ്ങനെ 5 ഓർബിറ്റലും ഹാഫ് ഫിൽ ആവുക എന്ന് പറഞ്ഞാൽ 5 ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഡി ഓർബിറ്റലിൽ 5 ഹാഫ് ഫിൽഡ് ആയി കഴിഞ്ഞാൽ അയാൾക്ക് സ്റ്റെബിലിറ്റി കൂടും, ആൾ സ്ഥിരത കുറച്ചും കൂടി കൂടും. ഇവിടെ നോക്കൂ, 3d4 ആണ്. ഒറ്റ ഇലക്ട്രോണിൻ്റെ ഷോർട്ടാണുള്ളത് എന്തിന്? ഹാഫ് ഫിൽഡ് ആവാൻ, സ്റ്റെബിലിറ്റി കിട്ടാൻ. അപ്പോൾ അതിനു വേണ്ടി ഇയാൾ എന്ത് ചെയ്യും? ഈ 3d4 എന്നുള്ള ഇലക്ട്രോണിൽ എസ്സിൽ നിന്ന് 4s നിന്ന് ഒരു ഇലക്ട്രോണിനെ ഉള്ളിലേക്ക് എടുക്കും, 3dയിലേക്ക് എടുക്കും. അതോടുകൂടി 3d5ഉം 4s 2 എന്നുള്ളത് കുറഞ്ഞിട്ട് 4s1 ആവും. ദിസ് ഈസ് ദ കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം. d5 വരാൻ കാരണം സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഹാഫ് ഫിൽഡ് ആക്കാൻ വേണ്ടി ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് എടുത്തതാണ്. അതുകൊണ്ട് 4sലുള്ള 2 ഇലക്ട്രോൺ ഉള്ളത് 1 ചുരുങ്ങി. ഇതാണ് ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എസ്സിലെ ഇലക്ട്രോൺസ് എത്രയാണെന്ന് നോക്കാം. 1s 2 ഇലക്ട്രോൺ, 2s 2 ഇലക്ട്രോൺ, 3s 2 ഇലക്ട്രോൺ, പിന്നെ എസ് ഏതാ? 4s ആണ്. അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രോൺസ് കൂട്ടിയാൽ 2 + 2 + 2 + 1 2 2 4 6 1 7 ഇലക്ട്രോൺസ് ആണ് എസ് ഇലക്ട്രോൺസ് ഉള്ളത്. ദെർഫോർ ദ ഓപ്ഷൻ ഈസ് 1. ഒന്നാമത്തതാണ് ഇതിലെ കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ നമ്മളെ പഴയ NTSC എക്സാമുകളിലെ സാറ്റിൽ വന്ന കെമിസ്ട്രി ക്വസ്റ്റ്യൻസിൽ കുറേ എണ്ണം പിക്ക് ചെയ്തതാണ്. മാക്സിമം വ്യത്യസ്ത ഏരിയകളിൽ നിന്ന് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ പിക്ക് ചെയ്തിട്ട് ഡിസ്കഷനിൽ എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻ വീണ്ടും റിവൈസ് ചെയ്ത് പോസ് ചെയ്യുക, റിവൈസ് ചെയ്യുക, കേൾക്കുക, അങ്ങനെ അത് മനസ്സിലാക്കുക. എന്നിട്ട് ഇതൊക്കെ ഒന്ന് വീണ്ടും ചെയ്തു നോക്കുക, സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. അസൈൻമെൻറ്റുകളായിട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടുന്ന് തരും, അതേപോലെ എക്സാമും തരും. ഇതേപോലെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ NTSCയുടേത് കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ അത്തരം മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക NTSCയുടെ. എന്നിട്ട് ഫോർമൽ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക, എന്നിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ NTSC എക്സാം. താങ്ക് യു.